സാറിനെ വെൽക്കം ചെയ്യാം അല്ലേ? ഓക്കെ, പ്ലീസ് വെൽക്കം സർ ടു ഹാൻഡിൽ ദ സെഷൻ. ഹരി സർ, പ്ലീസ് വെൽക്കം. ഹലോ ഹലോ യെസ് സർ, കേൾക്കാം. ഓഡിബിൾ ആണ്, കേൾക്കുന്നുണ്ടോ? ഓ, ഓക്കെ ആണ്. യെസ്. ഓക്കെ. ഗുഡ് ഈവനിങ് ടു ഓൾ. ഹലോ, എന്നെ കേൾക്കുന്നുണ്ടോ? ഒന്ന് പറയാമോ, എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹലോ, ഓഡിബിൾ ആണ്, ക്ലിയർ ആണോ? സർ, കേൾക്കാം. യെസ്. ഓക്കെ. നമ്മുടെ ദ ആർട്ട് ഓഫ് പാരന്റിങ് എന്ന ഈ പ്രോഗ്രാമിലേക്ക്, അല്ലെ നമ്മളുടെ ഇന്നത്തെ പാരന്റിങ് സെഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. കുട്ടികളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ കുഞ്ഞുങ്ങളിലെ പഠന പാഠ്യേതര മേഖലയിൽ അവരെ ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനും അവർക്ക് ഒരു സഹായമാകാനും ഇന്നത്തെ ഈ ഒരു സെഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ സെഷനിലൂടെ സാധിക്കട്ടെ എന്ന് ആദ്യമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കുറഞ്ഞ നേരം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ മാക്സിമം വീഡിയോ ഓൺ ചെയ്തിരിക്കുക, ലൈവായിട്ടിരിക്കുക. കുറച്ച് സമയമാണ്. നമ്മൾ എന്തോ ക്ലാസ് വലിയ കാര്യങ്ങൾ, എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല. നമ്മുടെ കുട്ടികളെ കുറിച്ച്, അവരെ പഠന പാഠ്യേതര മേഖലയെ കുറിച്ച്, അല്ലെ നമ്മുടെ പഠന പുരോഗതിയെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ അതിന് എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്ത് വരിക കേട്ടോ. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ വീഡിയോ ഓൺ ചെയ്യുക. ആരും വീഡിയോ ഓൺ ചെയ്തിട്ടില്ല? വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ഹാദിയ, ഓക്കെ, വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കുറഞ്ഞ സമയം നമ്മള്. ഓക്കെ, യെസ്. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ, നമ്മുടെ ക്ലാസ്സിൽ എൻ്റെ നേരത്തെ ഏതെങ്കിലും ക്ലാസ്സുകളിൽ പങ്കെടുത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ഏത് ക്ലാസ്സിലായിരുന്നു പങ്കെടുത്തത് ഒന്ന് ടൈപ്പ് ചെയ്യാം, ചാറ്റ് ചെയ്യാം, ചാറ്റ് ബോക്സിൽ വരിക. ഇനി അതല്ല ഫസ്റ്റ് ടൈം ആണോ, ഫസ്റ്റ് ടൈം ആയിട്ട് പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം നമ്മൾ സ്ഥിരമായി ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ഗ്രൂപ്പിലാണ് ലിങ്ക് ഷെയർ ചെയ്തത്. ഓക്കെ, എന്നാലും ഫസ്റ്റ് ടൈം പങ്കെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ലെറ്റർ എഫ്, ഫസ്റ്റ് ടൈം. ഓക്കെ, ഒന്ന് ടൈപ്പ് ചെയ്യാം. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ വരും വേഗം. നമ്മൾ എങ്ങനെയാ പരിചയം, എവിടെ വെച്ചാ കണ്ടത് ഒക്കെ ഒന്ന് അറിയണമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, EFT, റിന്യൂവൽ, അവേക്കനിങ്. ഓക്കെ, ഇർഫാന, ഷാഹിന, ഷംസീന, അവേക്കനിങ്. പിന്നെ ഷാന ഷെറിൻ, DLDM, ബിൻസി ബഷീർ, DLDM, 2SJ. അതാരാണ്? അവേക്കനിങ്. പേര് കാണുന്നില്ല കേട്ടോ, 2SJ എന്നാണുള്ളത്. പേരാരാണ്? ഓക്കെ, ഐഫോൺ പങ്കെടുത്തിട്ടുണ്ട് എന്റെ പ്രോഗ്രാമിൽ. ഓക്കെ, ഫസ്റ്റ് ടൈം ആണ്. ഓക്കെ ഓക്കെ, ഐഫോൺ എന്നാണ് പേര് കാണുന്നത്. ഓക്കെ, റിഷാന റിച്ചു, ഓക്കെ, DLDM. പിന്നെ ഹാദി, അവേക്കനിങ്, പാരന്റിങ്. ഹയ, പാരന്റിങ്. ഐഫോൺ, വീണ്ടും ഐഫോൺ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, പേര് റീനെയിം ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അല്ലെ, DLDM. ഓക്കെ, ഫസ്റ്റ് ടൈം പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, ഐഷാബി, DLDM. ഹസ്ന, പാരന്റിങ്, അവേക്കനിങ്. ഓക്കെ, യെസ്. അപ്പോ ആദ്യമായി പങ്കെടുക്കുന്നവർക്ക് പ്രത്യേകം സന്തോഷങ്ങൾ, സ്ഥിരമായി പങ്കെടുക്കുന്ന ആളുകൾക്ക് അതിലേറെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷൻ കുറച്ച് സമയം നിങ്ങളെല്ലാവരും മസിൽ പിടുത്തൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, അതിനല്ല മസിൽ പിടുത്തം മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥിരമായി നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അറിയാം നമ്മുടെ ക്ലാസ്സിന്റെ സ്റ്റൈല്. അതല്ല ആദ്യമായി പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ ക്ലാസ്സിലും കയറി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര മസിലൊക്കെ പിടിച്ചോണ്ടായിരിക്കുക. ഈ മസിലൊക്കെ വിട്ട് വരുമ്പോഴേക്ക് തന്നെ 1/4 മണിക്കൂർ കഴിയും. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാൽ ക്ലാസ്സും കഴിയും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുക. നമ്മളിവിടെ നമ്മുടെ കുട്ടികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനം വളരെ പ്രധാനമാണല്ലോ. അപ്പൊ അവരെ നമുക്ക് എന്തെങ്കിലും
സഹായിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ലൈവായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് പറയണമെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറയാം, ചാറ്റിലൂടെ പറയണോ ചാറ്റിലൂടെ പറയാം. നിങ്ങളെ ഇന്ററാക്ഷൻ വളരെ പ്രധാനമാണ്. ഞാൻ അരമണിക്കൂറോ അല്ലെ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങളെ സമയം പോലെ. ഓക്കെ, ഞാൻ ഇവിടുന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കുറേ ഓക്കെ യെസ്. അപ്പൊ എന്താണ്, ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കുറേ പറയും, അങ്ങോട്ട് കുറേ പ്രസംഗിക്കും, അങ്ങോട്ട് കുറേ ഉപദേശിക്കും. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഉപദേശം എല്ലാം കേട്ട് വിഴുങ്ങിയിട്ട് നിങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോവുക. അങ്ങനെയല്ല, മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ കുട്ടികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന അല്ലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, എന്നെക്കാളും കൂടുതൽ ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, കുട്ടികളെ പോറ്റിയിട്ട് പരിചയമുള്ള ആളുകൾ, ഓക്കെ, അതേപോലെ തന്നെ കുട്ടികളെ പോറ്റുന്നത് കണ്ടിട്ട് പരിചയമുള്ള ആളുകൾ, അങ്ങനെ പല ജാതി ആളുകളും ഉണ്ടാകും. എനിക്ക് 3 കുട്ടികളാണ്. എൻ്റെ മൂത്ത മോള് 7ാം ക്ലാസ്സിലാണ്, രണ്ടാമത്തെ ആള് 5ാം ക്ലാസ്സിലാണ്, അതിൻ്റെ ഇളയ ആള് UKG-യിലാണ്. കാരണം UKG ആണ് വലുത്. കാരണം എൻ്റെ പുരയിലെ, കാരണം മൂത്ത ആളെ കൈകാര്യം ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, 7ാം ക്ലാസ്സുകാരിനെ ഭരിക്കുന്നതും ആരാണ്? UKG-ക്കാരനെയാണ്. കഴിഞ്ഞ ദിവസം എന്തോ ഒരു വർത്താനം പറയുന്നതിന്റെ ഇടയിൽ എന്നോട് പറഞ്ഞു, പക്ഷേ എനിക്ക് ഒരു ഫോണ് വേണം കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് കഴിഞ്ഞ മാസം വാങ്ങിയ ഫോണിനേക്കാൾ നല്ല ഫോൺ വാങ്ങാം പോരേന്നാണ്. അതായത് കഴിഞ്ഞ മാസം ഞാൻ ഒരു ഫാൻസി ഫോൺ ഉണ്ടല്ലോ, അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ഉഷാറുള്ള വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറയാ, അത് ഫോണല്ല, പച്ചിന്റെ കയ്യിലുള്ള ആ ഫോണാണ് വേണ്ടത്. ആ പറഞ്ഞു, മോളെ ഇതൊക്കെ വലുതായിട്ടല്ലേ അങ്ങനത്തെ ഫോൺ വാങ്ങേണ്ടത്, ഞാൻ UKG എത്തിയില്ലേ. അപ്പൊ ഞാൻ പറയുന്നത്, 3 കുട്ടികളാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് 1 കുട്ടി, 2 കുട്ടി, 3, 4, 5, അതിന്റെ മുകളോട്ടുള്ള ആളുകൾ ഒക്കെ 6. അങ്ങനെയല്ല, പാരന്റിങ് ക്ലാസ് ഒക്കെ കേൾക്കുന്ന ആളുകൾ, എൻ്റെ ഉമ്മ, ഞങ്ങൾ 6 പേരാട്ടോ ഞങ്ങൾ വീട്ടിലുള്ളത്. ഉമ്മക്ക് 6 മക്കളാണ്, അതിൽ രണ്ടാമൻ. പറഞ്ഞത് എൻ്റെ വലിയുമ്മക്ക് 11 മക്കൾ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പാരന്റിങ് ആണല്ലോ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇനി ഞാൻ എൻ്റെ കണക്കും കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇനി ടൈപ്പ് ചെയ്യുക, ചാറ്റ് ബോക്സിൽ വരിക, എത്ര കുട്ടികൾ നിങ്ങൾക്കുണ്ട് ഒന്ന് ടൈപ്പ് ചെയ്യുക. വളരെ വേഗം ഒന്ന് ടൈപ്പ് ചെയ്യുക, എത്ര കുട്ടികളുണ്ട്. ഓക്കെ, 3 കുട്ടികളുണ്ട്, 2, 3, ഓക്കെ, 4. ഒരു ഐഫോൺ ആണ് 4-ൽ നിൽക്കുന്നത്. ഓക്കെ, 4-ലധികം കുട്ടികളുണ്ടോ? ഓക്കെ, യെസ്, വെരി ഗുഡ്. ഇനി അടുത്തത്, നിങ്ങളുടെ മൂത്ത കുട്ടിക്ക് എത്ര വയസ്സായി ഒന്ന് ടൈപ്പ് ചെയ്യാമോ? മൂത്ത കുട്ടിക്ക് എത്ര വയസ്സായി? മൂത്ത കുട്ടി? 12 വയസ്സ്, 11, 16, 17, 18. ഓക്കെ, 17, 21, 16. ഓക്കെ, യെസ്. ഇളയ കുട്ടിക്ക്, ഏറ്റവും ഇളയ കുട്ടിക്ക് എത്ര വയസ്സായി? ഏറ്റവും ഇളയ കുട്ടിക്ക് വളരെ വേഗം ആ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. വേഗത്തിൽ, നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാനാണ്. ഓക്കെ, 16, 17, 7, 6, 7, 16, 14, 28 വയസ്സിൽ. ഓക്കെ, ട്വിൻസ്. ഓക്കെ, 28, 11, 11, 10. ഓക്കെ, ഗുഡ്. കം. ഓക്കെ, അപ്പോ ഇതില് പല സ്റ്റേജുകളിലൂടെയും പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, കുട്ടിത്തം വിട്ട് കൗമാരത്തിലേക്ക് എത്തിയ ആളുകളുണ്ട്, കൗമാരവും വിട്ട് കടന്ന് 21 കാണുന്നുണ്ട്. ഓക്കെ, കല്യാണപ്രായത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, കല്യാണം കഴിഞ്ഞ മക്കളുള്ളവരും ഇതിലുണ്ട്. പാരന്റിങ് എന്ന് പറയുന്നത് പരന്നു കിടക്കുന്ന ഒരു മേഖലയാണ്, കടൽ പോലെ വിശാലമായി കിടക്കുന്ന ഒരു മേഖലയാണ്. അപ്പോ പാരന്റിങ് നമുക്ക് 1 മണിക്കൂർ കൊണ്ടോ 10 ദിവസം കൊണ്ടോ 1 വർഷം കൊണ്ടോ ഒന്നും ചർച്ച ചെയ്താൽ തീരില്ല. എന്നാലും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട്, മക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ കാര്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് അക്കാഡമിക് ഏരിയ ആണ് നമ്മൾ ചർച്ച ചെയ്യട്ടോ. ആദ്യം തന്നെ എൻ്റെ എല്ലാ സെഷനിലും ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ്. കാരണം നിങ്ങൾ ഇരിക്കണമെങ്കിൽ ഈ ചോദ്യം ആദ്യം ചോദിക്കണം. എന്നിട്ട് ഇതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ലോഗ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ പോകാം. കാരണം പിന്നെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല. അപ്പൊ ആ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നത്? നിങ്ങൾ ലൈവായിട്ട് ഇപ്പോ കുറെ ആൾ വീഡിയോ ഓൺ ചെയ്തും ഓഫ് ചെയ്തും ഒക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ എന്തിനാ ജോയിൻ ചെയ്തത്?
ഏതോ ഒരു സിനിമയിൽ ഇന്നസെന്റ് ചോദിക്കുന്നുണ്ട്, ഒരു ചങ്ങായിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറഞ്ഞു എന്താണ് ഡിഗ്രി എന്തോന്ന് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു അതല്ല ഞാൻ ചോദിച്ചത്, നീയൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്നാ ചോദിച്ചത്. ആ ചോദ്യമല്ല, എന്തിനാ നിങ്ങൾ ഇതൊക്കെ പഠിക്കുന്നത് എന്നല്ല, എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്നത്. അങ്ങനെ വൈ എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. എന്നെ മനസ്സിലായോ? കുറെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാറ്റൊന്നും ചെയ്യുന്നില്ല, അവർ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. വീഡിയോ ഏതായാലും ഓഫ് ആണല്ലോ, ഏതായാലും കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, കുറച്ച് ആൾക്കാർ ഏതായാലും ചാറ്റൊക്കെ ചെയ്യാനുണ്ടാവും, അവരുടെ ചാറ്റൊക്കെ. ഞാൻ നിങ്ങളോടാണ് ചോദിച്ചത് കേട്ടോ, എന്തിനാണ് എന്നെ ഇപ്പൊ കേൾക്കുന്നത്. നല്ല പാരന്റായി തുടരാൻ ഷമീന ടി. ഷമീന മാം എന്റെ നേരത്തെയുള്ള ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആണോ? ആണോ? നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് സെഷനിൽ പങ്കെടുത്ത ആളായിരുന്നു. ആ ഷമീന മാം ആണോ? കണ്ണൂർ ഭാഗത്തുള്ളാണോ? ഐക്കോൺ ചെയ്യാട്ടോ. ആണെങ്കിൽ ഓക്കെ. ഫസ്റ്റ് കേട്ടി, ഐ കാൺ മാനേജ് ഫോർ ചിൽഡ്രൻസ്. 4 കുട്ടികളെ എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. കേൾക്കുമ്പോൾ സങ്കടമുണ്ട്. എത്രയും വേഗം നിങ്ങളുടെ പാരന്റിംഗ് എല്ലാം ട്രാക്കിൽ കയറട്ടെ. സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വെരി സിമ്പിൾ, ചെറിയ ചെറിയ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. സൽമ സിദ്ദീഖ്, നല്ല അറിവ് കിട്ടാനാണ്. എന്റെ പാരന്റിംഗ് ഇനിയും മാറ്റം വരുത്താൻ ഉണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ. ഇപ്പോഴത്തെ മക്കളെ ഒരു പിടുത്തവുമില്ല, വല്ലതും മനസ്സിലാവുമെന്ന് അറിയാനാണ്. സത്യമാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ മക്കളുടെ കാര്യത്തിൽ ഒരു പിടുത്തവും ഇല്ല. ഓക്കെ. കുട്ടികളെ നന്നായി വളർത്താനാണ്. യെസ്, അതെ, ഷമീന മാം പറഞ്ഞു. അതെ, യെസ് യെസ് യെസ്. വളരെ സന്തോഷം. എന്റെ പാരന്റിംഗ്, എന്റെ അവേക്കനിങ് പ്രോഗ്രാമുകളിലൂടെയൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കിയ ആളാണ്. പാരന്റിംഗ് ഏറ്റവും മികച്ചതാക്കാൻ, പിന്നെ വേറെ നല്ല പാരന്റ് ആവാൻ, പിന്നെ ബെറ്റർ ആവാനാണ്, മക്കളെ വളർത്താനാണ്, പാരന്റിംഗ് ഉഷാറാക്കാനാണ്. എനിക്ക് എന്റെ മോനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. മോൻ എത്ര വയസ്സായി? ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ മോൻ. ഓക്കെ. അപ്പോ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം ഇന്ന് ഇതിലൂടെ എനിക്ക് പരിഹാരം കാണാൻ സാധിക്കുമോ എന്നറിയില്ല. എന്നാലും ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കിട്ടിയിട്ടില്ല എങ്കിൽ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് സമയം നമുക്ക് Q&A സെഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. 5 വയസ്സാണ്, 5 വയസ്സ്. മോനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഏതായാലും പേര് വിവോ V2443 എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേരൊന്നും ഇവിടെ ആരും കാണൂല. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതൊരു ചോദ്യമാണ്. അതായത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, അതൊരു നല്ലൊരു ഉത്തരമാണ്. ഇല്ല. നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലേ നമുക്കൊരു വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ചോദിച്ചു, നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ കുട്ടിയിലല്ല പ്രശ്നം ഉണ്ടായിരിക്കാം. എവിടെയായിരിക്കും? നമ്മളിലായിരിക്കും. അപ്പൊ അതാ ഇർഫാന പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. നിഷ്കളങ്കമായ അല്ലെങ്കിൽ നിസ്വാർത്ഥമായ ഒരു മറുപടിയാണ്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പൊ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കുട്ടികൾ കുസൃതി കളിക്കുമ്പോൾ കുട്ടിത്തത്തിന്റെ ഭാഗമായിട്ട് എന്തായാലും കുരുത്തക്കേട് ഉണ്ടാകും, എന്തായാലും കുസൃതി ഉണ്ടാകും, എന്തായാലും ചെറിയ വിളവ് എന്നൊക്കെ പറയല്ലോ, അതൊക്കെ കുട്ടികൾ ഉണ്ടാവും. നമ്മളൊക്കെ നമ്മളുടെ കുട്ടിക്കാലം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളെല്ലാവരും ഒരു 5 വയസ്സ് മുതലൊക്കെ ഏകദേശം ഓർക്കാൻ പറ്റിയല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 5, 6, 7, 8, 9, 10, 11, 12, 14, 15, 16, 18. ഓഫ്, ആ സമയത്തൊക്കെ ഉള്ള കുരുത്തക്കേട് എന്തൊക്കെ ഉണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് ഇമേജിൻ ചെയ്ത് നോക്കി. കൂടുതൽ അവിടെ നിൽക്കണ്ട. എന്തെല്ലാം ഉണ്ടായിരുന്നു അല്ലേ? അത്യാവശ്യം കുരുത്തക്കേടൊക്കെ അല്ലേ? ചിലര് പറയും ഞാൻ പാവായിരുന്നു സാറേ. ആവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, കുട്ടിത്തത്തിന്റെ ഭാഗമായി ചില കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതുപോലും ചില പാരന്റ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലും ചില പാരന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടികൾ തമ്മിലുള്ള കൊച്ചു കൊച്ചു കുസൃതികളാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ പ്രഷർ ഇങ്ങനെ മൂത്ത് തല ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ലെവലിലായിരിക്കും. ഇങ്ങനെ നിൽക്കുന്ന എന്തോ കേസായിരിക്കും. ചിലപ്പോൾ കിട്ടിയവനുമായിട്ടുള്ള എന്തെങ്കിലും വിഷയമായിരിക്കും. ചിലപ്പോൾ അമ്മായിമ്മ, മരുമോൾ, നാത്തൂൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അങ്ങനെ കുറെ അലവല കേസുകൾ ഉണ്ടല്ലോ. യെസ്. അപ്പൊ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടാമത്തത്, ഇത് ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഓക്കെ, ഹൈപ്പർ ആക്റ്റീവ് ആണെങ്കിൽ കുറച്ച് പ്രത്യേക സ്കില്ലുകൾ വേണം. ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുന്ന ടൂളുകൾ പോലെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ, ഒരു കൗൺസിലറുടെ സഹായം നിർബന്ധമാണ്. നിർബന്ധമായും നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ഒരു കൗൺസിലർ, എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു കൗൺസിലറെ കാണുകയും അതിന്റെ പരിഹാര മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയും വേണം. എവിടെയെങ്കിലും നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സുകളോ യൂട്യൂബിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സോ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവിന് പരിഹാരം കാണാം എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും വീഡിയോകൾ മാത്രം കാണലല്ല. ഇതിന് കൃത്യമായി ആ കുട്ടിയെ അവർ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് വേണ്ട ചില സ്പെഷ്യൽ ആയിട്ടുള്ള ടൂളുകൾ, ടെക്നിക്കുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. ഏതായാലും ഞാനൊന്ന് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക്
യെസ്. ഞാൻ ഇങ്ങനെയുള്ള ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ദേഷ്യം കുറഞ്ഞു, നന്ദി പറയാൻ പഠിച്ചു, വിട്ടുകൊടുക്കാൻ, പുറത്തു കൊടുക്കാനൊക്കെ പഠിച്ചു. വെരി ഗുഡ്. അപ്പൊ നമ്മളുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് ചർച്ച ചെയ്യുന്നില്ല. കാരണം ഒരു നല്ല പാരന്റ് ആവാൻ, അല്ലെങ്കിൽ ഒരു നല്ല ഭാര്യയാവാൻ, ആരും നല്ല ഒരു നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കിൽ, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഇമോഷണൽ റെഗുലേഷൻ സ്കിൽ, അല്ലെങ്കിൽ ഇമോഷണൽ മാനേജ്മെന്റ് സ്കിൽ എന്നുള്ളത്. നമ്മൾക്കുണ്ടാകുന്ന ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ അനുഭവങ്ങൾ, പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ ആവട്ടെ, അത്തരം എക്സ്പീരിയൻസുകളിൽ നിന്ന് നമ്മൾക്ക് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവുമല്ലോ അല്ലെ? പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു, അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ, ചില ഇമോഷൻസ് ഉണ്ടാകുന്നു. ആ ഇമോഷൻസിനെ ശരിയായ രീതിയിൽ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ, നിയന്ത്രിക്കാൻ, കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോവുകയും ആ സമയത്ത് അതിനോട് ചേർന്ന് വരുന്ന സംഭവം, ഉദാഹരണത്തിന് ഒരു കുട്ടി എന്തെങ്കിലും ഒരു കുരുത്തക്കേട് കളിക്കുകയാണ്, എന്തെങ്കിലും ഒരു കുസൃതി കളിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കൺട്രോൾ വിട്ടുപോകുന്ന ഒരു അവസ്ഥ. ഹസ്ബൻഡ് എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് പറയേണ്ടതായിരിക്കില്ല, അല്ലെങ്കിൽ ഭാര്യയോട് പറയേണ്ടതായിരിക്കില്ല പറയുന്നത്. കാരണം എന്താണ്? നമുക്ക് ഇമോഷണൽ റെഗുലേഷൻസ് സാധിക്കുന്നില്ല. അത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ആവശ്യമായ പഠനങ്ങളുള്ള ക്ലാസ്സുകളിലോ മറ്റു സംവിധാനങ്ങളിലോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു പ്രൊഫഷണലിലെയോ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ, ഒരു കൗൺസിലറുടെ സഹായം നിർബന്ധമായും തേടുക. അതല്ല എങ്കിൽ നമുക്ക് നല്ല പാരന്റ് ആവാൻ സാധിക്കൂല. പലപ്പോഴും നമ്മൾ ദേഷ്യത്തിലായിരിക്കും, നമ്മൾ വിഷമത്തിലായിരിക്കും, നമ്മൾ സങ്കടത്തിലായിരിക്കും. നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ സ്നേഹമാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ പുഞ്ചിരി അവരുടെ അവകാശമാണ്, നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള സംസാരം അവരുടെ അവകാശമാണ്, സ്നേഹത്തോടെയുള്ള ഭക്ഷണം വിളമ്പിക്കൊടുക്കൽ അവരുടെ അവകാശമാണ്, സ്നേഹത്തോടെ വിളിച്ചുണർത്തൽ അവരുടെ അവകാശമാണ്, സ്നേഹത്തോടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കൽ അവരുടെ അവകാശമാണ്, ഉറങ്ങുന്ന സമയത്തും അമ്മയുടെ സ്നേഹമുള്ള പുഞ്ചിരിയുള്ള മുഖം കാണൽ അവരുടെ അവകാശമാണ്. ഇത്തരത്തിൽ അവരുടെ അവകാശങ്ങൾ എല്ലാം നിഷേധിച്ചുകൊണ്ടായിരിക്കും പാരന്റിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആകെ പറയാനുള്ളത് എന്താ? എനിക്ക് വിഷമമുള്ളതുകൊണ്ടല്ലേ, എനിക്ക് സങ്കടമുള്ളതുകൊണ്ടല്ലേ, ഞാൻ എന്താക്കാനാണ്? പക്ഷേ നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മൾ കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കാത്തതിന്റെ പേരിൽ തകർന്നു പോയാൽ അവസാനം ഞാൻ എന്ത് ചെയ്യാനാണ്, എൻ്റെ ജീവിതം എങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങളാരെയും ടെൻഷനാക്കിയൊന്നും അല്ല കേട്ടോ. നമ്മളെ കടമയാണ്, ഏറ്റവും പ്രധാനമാണ് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കൽ എന്നുള്ളത്. അത് പാരന്റിങ് മാത്രമല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സെൽഫായിട്ട് ഓക്കെ ആവല് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ അത്തരത്തിൽ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ക്ലാസ് ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ അതല്ലാതെ പാരന്റിംഗ് ബ്ലൂ പ്രിന്റ് പോലുള്ള ക്ലാസ്സുകളിലൂടെയും മറ്റു സെഷനുകളിലൂടെയും, അല്ലെങ്കിൽ EFT പോലുള്ള പ്രോഗ്രാമുകളിൽ, NLP പോലുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് സെൽഫായിട്ട് മാനേജ് ചെയ്യാനും, ഇനിയല്ല മറ്റൊരാളുടെ പ്രശ്നം ഹീൽ ചെയ്യാൻ വരെ, സോൾവ് ചെയ്യാൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്? അഡ്വാൻസ് ലെവലിലെ കോഴ്സുകളിലൂടെ, പ്രോഗ്രാമുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഏതായാലും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ദേഷ്യം, വാശി, അത്തരം കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല കേട്ടോ. നമുക്ക് പരിമിതിയുണ്ട്, കുറഞ്ഞ സമയം. ഓക്കെ, കുറഞ്ഞ സമയമല്ലേ നമുക്കുള്ളൂ. അപ്പൊ ആ കാര്യങ്ങൾ നിർബന്ധമായും വളരെ സീരിയസ് ആണ്. എനിക്ക് അതിൽ ചർച്ച ചെയ്യാൻ സമയമല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം എന്താ? നമ്മൾ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക. ഒരു മനുഷ്യൻ വിജയിക്കണമെങ്കിൽ അയാൾക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എമോഷണൽ ബാലൻസിങ്. അയാൾക്ക് സാധിക്കണം. ഇന്ന് WHO കണക്കനുസരിച്ച് ആളുകൾക്ക് എല്ലാവർക്കും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഈ അമിതമായിട്ടുള്ള സ്ട്രെസ്, അല്ലെങ്കിൽ ഡിപ്രഷൻ, അതിന്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുക എന്നാണ്. ചെറിയ പ്രശ്നങ്ങൾ പോലും പെരുപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പെരുത്തു പോവുകയാണ്. മനഃപൂർവ്വം ആരും എന്ത് ചെയ്യൂല, ടെൻഷൻ അടിച്ചിരിക്കുകയൊന്നുമില്ലല്ലോ. കാരണം ചെറിയ വിഷയങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയും നമ്മുടെ കുട്ടികൾ ഇതൊക്കെ കണ്ട് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. ഓക്കെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോ എന്ത് വില കൊടുത്തും എത്രയും വേഗം ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാകണം. അതിനാവശ്യമായിട്ടുള്ള ആളുകളെ നിങ്ങൾ, കൗൺസിലേഴ്സിനെ ആയാലും വേണ്ടിയില്ല, എക്സ്പേർട്ടുകളെ ആയാലും വേണ്ടിയില്ല, നിങ്ങൾ കണ്ട് അതിന് പരിഹാര മാർഗം നിങ്ങൾ തേടുക കേട്ടോ. ഓക്കെ, ഞാൻ നേരത്തെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇതിൽ അറ്റൻഡ് ചെയ്യുന്നത്? ഉറപ്പായിട്ടും നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു അമ്മ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളത് പറഞ്ഞത്. എന്ത് പ്രശ്നമായാലും നല്ലൊരു അമ്മയാണ്, മാറണം എന്ന ചിന്ത നിങ്ങളിലുണ്ട്. ആയിരക്കണക്കിന് ആളുകളിലേക്ക് നമ്മുടെ ഇതേപോലുള്ള പ്രോഗ്രാമുകളുടെ പോസ്റ്ററും ഇതിന്റെ വീഡിയോസും ഇതിന്റെ ഡീറ്റെയിൽസും ഒക്കെ പോകാറുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വെറും 48ഓളം ID മാത്രമാണ് ഇതിലുള്ളത്. പക്ഷേ ആളുകൾക്ക് ഒരു ഓവർ കോൺഫിഡൻസ് ആണ്. എന്റെ മക്കളെ പോറ്റാൻ എനിക്കറിയാം, എന്റെ മക്കൾ പ്രശ്നമൊന്നുമില്ല എന്നുള്ള ഒരു ധാരണയാണ് ഇതേപോലുള്ള പല പാരന്റിംഗ് ക്ലാസ് വെക്കുന്ന സമയത്തും ഉള്ളത്. എന്നാൽ
പണ്ട് കാലത്ത് ആ ചിന്തയൊക്കെ ആയിരുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം എന്റെയും നിങ്ങളുടെയും ഉമ്മമാര് അല്ലെങ്കിൽ ഉപ്പമാര് അവര് പാരന്റിങ് ക്ലാസ് പോയിട്ടൊന്നുമല്ല പാരന്റിങ് ചെയ്ത്. ആണോ? ആയിരുന്നോ? അല്ല. പക്ഷേ ഇന്ന് കാലം മാറിയിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട് പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടത്തെ പല ടൂളും അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല. കിട്ടില്ല. കാരണം പണ്ടത്തെ ഒരു പാരന്റിങ് രീതിയല്ല. പാരന്റിങ് എന്നല്ല, നമ്മുടെ ലൈഫിന്റെ എന്താ പറയാ, ജീവിതത്തിന്റെ എല്ലാ മേഖലയും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാരന്റിങ്ങും മാറിയിട്ടുണ്ട്. പാരന്റിങ് മാറാൻ ഞാനും നിങ്ങളും കൊച്ചു കുട്ടികളായിരുന്ന സമയത്തുള്ള സംവിധാനങ്ങളാണോ ഇന്ന് നമ്മുടെ മക്കൾക്കുള്ളത്? അല്ല. അതിനെ 10 മടങ്ങ് സംവിധാനങ്ങൾ, ടെക്നോളജി, സാങ്കേതികതയിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസിന്റെ ഒക്കെ കാലത്തിലൂടെ നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കുകയാണ്. അങ്ങനെയുള്ള മക്കളെ പോറ്റാൻ പഴയ കാലത്ത് പാരമ്പര്യമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന സ്കില്ലുകൾ മാത്രം മതിയോ? പോരാ. പാരന്റിങ് ക്ലാസ്സുകൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോ പറയാം, നിങ്ങൾ പങ്കെടുക്കണം. കാലത്തോടൊപ്പം നമ്മൾ മാറിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഔട്ട്ഡേറ്റഡ് ആകും. ഇപ്പൊ നമുക്ക് തണ്ടും തടിയും നാവിനും നീളവും എല്ലാം ഭയങ്കര ജോറും എല്ലാം ഉണ്ടാകും. പക്ഷേ ഒരു ടൈം കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികൾ തന്തവൈബ് എന്ന് വിളിക്കുന്നില്ലേ? ദേഷ്യം പിടിക്കും, അല്ലെ തമാശയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നില്ലേ? ഒരു കാര്യം പറയാം, ഒരു 10-20 കൊല്ലം കഴിഞ്ഞാൽ ഈ വിളി സീരിയസ് ആകും. ഉമ്മക്ക് ഒരു ബോധവും ഇല്ലല്ലമ്മ എന്ന് മക്കൾ ഇങ്ങോട്ട് നമ്മളോട് സീരിയസ് ആയി പറയും. കാരണം എന്താ? നമ്മൾ ഒട്ടും അപ്ഡേറ്റ് ചെയ്യൂല. കൊരങ്ങ് ഞണ്ടിനെ പിടിച്ച പോലെ എന്ത് ചെയ്യും? ആ പിടുത്തം. ഞാൻ ഈ മക്കളെ പോറ്റി ഇതൊന്നും മാറ്റാൻ ഞാൻ റെഡിയല്ല. ഇതൊക്കെ എനിക്കറിയാം, ഇതിപ്പോ അത്ര വലിയ കാര്യമൊന്നുമില്ല എന്ന മൈൻഡ് സെറ്റിൽ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരങ്ങനെ ജീവിച്ചോട്ടെ, കാലം അവർക്ക് മറുപടി കൊടുക്കും. നിങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സെഷനിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ഓക്കെ, നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയുള്ള അവസരങ്ങൾ നിങ്ങൾ ചെലവഴിക്കണമെന്ന് ആദ്യം എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ സമയം നിങ്ങൾ ചെലവഴിക്കണം. ചിലപ്പോൾ സമ്പത്തും ചെറിയ പേയ്മെന്റ് ഒക്കെ എന്ത് ചെയ്യും, ചില പ്രോഗ്രാമിലൊക്കെ ഉണ്ടാകും. എന്നാലും എന്താണ്, നിങ്ങൾക്ക് അതൊരു 10 മടങ്ങ് റിസൾട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. എന്റെ പാരന്റിങ് ബ്ലൂ പ്രിന്റ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ സെഷനിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും പങ്കെടുത്തിരുന്നോ? സൽമ സദീഖ് പങ്കെടുത്തിരുന്നോ? യെസ്, ഉണ്ടോ? വേറെ ആരാ പങ്കെടുത്തത്? ഉണ്ട്. ഷാഹിന പങ്കെടുത്തിട്ടുണ്ട്. വെരി വെരി ഗുഡ്. എന്തായിരുന്നു ആ പാരന്റിങ് ബ്ലൂ പ്രിന്റ് പ്രോഗ്രാമിനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് മൈക്ക് ഓൺ ചെയ്യാവോ? മൈക്ക് ഓൺ ചെയ്യാട്ടോ. മൈക്ക് ഓൺ ചെയ്യാൻ പറ്റില്ലേ? നോക്കട്ടെ. യെസ്, ഒന്ന് മൈക്ക് ഓൺ ചെയ്യാമോ? ഒന്ന് മൈക്ക് ഓൺ ചെയ്തോളൂ. പറയൂ. ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയൂ. ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ഒരാൾ പറഞ്ഞാൽ മതി. ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് പോവാം. ആരും മിണ്ടുന്നില്ല. ആരും മിണ്ടുന്നില്ല. മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ ഓഫ് ആയിരുന്നു മൈക്ക്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാം. ക്ലാസ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. ഇല്ല, പങ്കെടുത്തിട്ടില്ല. ആരാണ്? ഷാഹിന അല്ലെങ്കിൽ ഹസ്ന തോട്ടുങ്കര, ആയിഷാബി ഒന്ന്. ഓക്കെ, സൂപ്പർ. ഷാഹിന പറയുന്നു സൂപ്പർ ആണെന്ന് പറയുന്നു. ഓക്കെ, ചാറ്റ് ചെയ്യുന്നു. മൈക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ കുട്ടികളുടെ പഠന സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതിനു മുന്നേ ചെറിയൊരു പോൾ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആൻസർ കൊടുക്കുക. പോൾ വന്നിട്ടുണ്ടോ? മുർഷിദ് ഹംസേ, പോൾ വന്നിട്ടുണ്ടോ? പോൾ വന്നിട്ടുണ്ടോ? ഉണ്ട് സർ, വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ജസ്റ്റ് അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. വളരെ വേഗം, വളരെ വേഗം, വളരെ വേഗം. ചെയ്യുന്നുണ്ടല്ലേ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ചെയ്യാൻ പറ്റുന്നില്ലേ? മുർഷിദ് ഓക്കെ അല്ലേ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടോ?
പറ്റുന്നുണ്ട് സർ. ഓക്കെ ഗുഡ്. സാറേ അതൊന്നുകൂടി ഒന്ന് കാണിച്ചു തരുമോ? അയ്യോ, റീസെന്റ് ചെയ്യാന് നോക്കട്ടെ. അത് പോയോ? ആ അത് പോയി, കുട്ടികള് ഇതാക്കി. ഓക്കെ, നിങ്ങൾ ഒന്ന് അഡ്മിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അത് ചില ചോദ്യങ്ങളാണ് കേട്ടോ. എല്ലാവരും ചെയ്തോ? ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീനിൽ ഏറ്റവും മുകളിൽ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ആർക്കെങ്കിലും പറ്റുന്നില്ലെങ്കിൽ ഇവിടെ എനിക്ക് അപ്ഡേഷൻ കാണുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അവിടെ ഓക്കെ ആണോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്. എല്ലാവരും ചെയ്തോളൂ കേട്ടോ, എല്ലാവരും ചെയ്തോളൂ. 8 പേര് 9 പേരാണ് ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പത്ത് പേര്. ഓക്കെ, വളരെ വേഗം ചെയ്തോളൂ. ഓ യെസ്. നമുക്ക് എൻഡ് ചെയ്യാം അല്ലേ? എൻഡ് ചെയ്യാം. എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും അല്ല, ഒരു 16ഓളം ആളുകൾ മാത്രമാണ് ഇതിലിപ്പോ പങ്കെടുത്തത്. ബാക്കിയുള്ള ആളുകൾ ചെയ്തിട്ടില്ല. ഓക്കെ, നോക്കാം. ശരി, ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഇതവിടെ നടക്കട്ടെ. ഓക്കെ, എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഹലോ, എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. യെസ്. ഓക്കെ, നമുക്ക് കുട്ടികളെ പഠനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾ അഭിമുഖീകരിക്കുന്നുണ്ട്. റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ചെയ്തതിന്റെ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കുറെ ആളുകൾ ശ്രദ്ധക്കുറവ്, കുട്ടികൾക്ക്, കൂടുതൽ ആളുകളും പറയുന്ന പ്രശ്നം കുട്ടികളിൽ ശ്രദ്ധക്കുറവുണ്ട്. അതേപോലെ തന്നെ മറവിയുടെ പ്രശ്നം, പിന്നെ പരീക്ഷാ ഭയം കൂടുതലുള്ളത്, പിന്നെ ദേഷ്യം, വാശി, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ ആളുകളിലും കുട്ടികളിൽ കാണുന്നതായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ കുട്ടികൾക്ക്
ഈ പഠനം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ അക്കാഡമിക് മേഖലയുണ്ടല്ലോ, ഈ അക്കാഡമിക് മേഖലയിൽ നന്നായി ശോഭിക്കുന്ന കുട്ടികളെ, നല്ല കുട്ടികളെ അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള കുട്ടികളെന്നും, ശോഭിക്കാൻ കഴിയാത്ത ആളുകള് ബുദ്ധി കുറഞ്ഞ അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത കുട്ടികളെന്നും വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഇതിനോട് അഗ്രി ആണോ ഡിസഗ്രി ആണോ? ഞാൻ ഈ പറഞ്ഞതിനോട് എന്ത് പറയുന്നു? അഗ്രി ആണോ, ഓക്കെ ആണെന്നാ പറയുന്നത്? ഡിസഗ്രി ആണ്. വേറെ ആരെങ്കിലും? അഗ്രി ആണ്. നന്നായി പഠിക്കുന്ന കുട്ടികൾ ബുദ്ധിയുള്ള കുട്ടികളാണ്. സ്കൂളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികൾ ബുദ്ധിയുള്ള കുട്ടികൾ, മാർക്ക് സ്കോർ ചെയ്യാത്ത കുട്ടികൾ ബുദ്ധിയില്ലാത്ത കുട്ടികൾ. 100% അഗ്രീഡ് എന്നൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. ഏതായാലും എനിക്ക് അതിന്റെ അടിസ്ഥാനമൊക്കെ ഒന്ന് കിട്ടണമെന്നുണ്ട്. എന്റെ ചോദ്യം, 4ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചു അല്ലെ 5ാം ക്ലാസ്സോടുകൂടെ ദയനീയമായി സ്കൂൾ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. 3ഓ 4ഓ സ്കൂളുകളിൽ കയറി ഇറങ്ങി വലിയൊരു മായി സ്കൂളിൽ പോയ, ഒന്ന് മ്യൂട്ട് ചെയ്യണേ എല്ലാവരും. ഓളെ വിളിക്കടാ. അപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പൊട്ടനാണ്, മണ്ടനാണ്, ബുദ്ധിയില്ല എന്നൊക്കെ വിളിച്ചു. പക്ഷേ ഇന്ന് ലോകത്തിലെ ബിഗ് ബ്രെയിൻ എന്നറിയപ്പെടുന്നത് അയാളെ കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധി രാക്ഷസൻ എന്ന് പറയുന്നത് അയാളെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പേരും നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് ചാറ്റ് ചെയ്യാമോ? ആരായിരിക്കും അത്? ആരായിരിക്കും? ഒന്ന് ചാറ്റ് ചെയ്യാം. അക്കാഡമിക് മേഖലയിൽ ഒട്ടും ശോഭിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ടീച്ചേഴ്സിന് പഠിപ്പിക്കാനേ സാധിച്ചില്ല. അവസാനം സ്കൂളിൽ നിന്ന് ഒരു കത്തുമായിട്ടാണ് അടുത്ത ആള്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരാള്, ഐസക് ന്യൂട്ടൻ അല്ല, പേര് മാറിയിട്ടുണ്ട്. ഐസക് ന്യൂട്ടൻ അല്ല, എഡിസൺ. 2ാമത്തെ ആളാണ് എഡിസൺ. 1ാമത്തെ ആള് അല്ല. 1ാമത്തെ ആള് ഐൻസ്റ്റീൻ ആണ്. വെരി ഗുഡ്, ഐഷാബി. യെസ്, ഐൻസ്റ്റീൻ ആണ്. ലോകത്തിലെ ബിഗ് ബ്രെയിൻ, ബുദ്ധി രാക്ഷസൻ എന്ന് പറയുന്ന ഐൻസ്റ്റീന്റെ കഥയാണ് 1ാമത്തത്. 2ാമത്തെ ആളുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. സ്കൂളിൽ നിന്ന് കത്തുമായിട്ട് പറഞ്ഞു, നിങ്ങളെ മോനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റൂല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളി എന്നുള്ള കത്തുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വീട്ടിലേക്ക് വരുന്നത്. ആ കുട്ടിയെ വീട്ടിൽ വെച്ച് തന്നെ അമ്മ പഠിപ്പിക്കുന്നു. കുട്ടിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റു എക്സ്പെരിമെന്റുകൾ ചെയ്യാൻ ആവശ്യമായ, പരീക്ഷണങ്ങൾ ചെയ്യാൻ ആവശ്യമായ വസ്തുക്കളെല്ലാം വാങ്ങി നൽകുന്നു. കുട്ടിക്ക് വാനോളം ആത്മവിശ്വാസവും അമ്മ നൽകുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവൻ ലോകത്തിന്റെ നെറുകയിലെത്തി. 1000-ൽ പരം കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ട് ലോകത്തിനെ അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും മുന്നിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ബൾബ് അല്ലെ, കത്തിക്കൊണ്ടിരിക്കുന്ന അതിന്റെ പുറകിലുള്ള തല പോലും ആരാണ്? എഡിസൺ ആണ്. ഇത് എഡിസന്റെയും ഐൻസ്റ്റീന്റെയും ഒരു കഥയല്ല. ഇങ്ങനെ ചെയിനായിട്ട് മാല പോലെ ലോകത്തിലെ പ്രഗത്ഭരായ ഒരുപാട് ആളുകളുണ്ട്. ചെറുപ്പകാലത്ത് സിവിയർ ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെ അക്കാഡമിക് മേഖലയിൽ പ്രശ്നമുണ്ടായിരുന്നിട്ടും ലോകത്തിന്റെ നെറുകയിലെത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അതിലേക്കൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ബുദ്ധി എന്ന് പറയുന്നത് 9 തരം ബുദ്ധിയുണ്ട്. ആ 9 തരം ബുദ്ധിയും ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. 9 തരം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നാണ് പറയാം. ആ 9 തരം ബുദ്ധിയിൽ ഒന്ന് ശരിക്കും എന്താണ്? നമ്മുടെ മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ്. അതേതായിരിക്കും? മാത്തമെറ്റിക്സ്. നിങ്ങൾ കേൾക്കാം, മാത്തമെറ്റിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, സ്കില്ല് കാര്യമാണ് അവർക്ക് കൂടുതൽ ഉണ്ടാവുക. ആ മേഖലയിൽ അവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കും. അതൊരു ഇന്റലിജൻസ് ആണ്. അതേപോലെ തന്നെ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ്, അതൊരു ഇന്റലിജൻസ് ആണ്. അതേപോലെ തന്നെ ബോഡിലി കിനസ്തെറ്റിക്. ഓക്കെ, ബാങ്ക് വിളിക്കുന്നു, ഒരു മിനിറ്റ്.
ഓക്കെ. അപ്പൊ ബോഡിലി കിനസെറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു ഇന്റലിജൻസ് ഉണ്ട്. അതായത് അത്തരത്തിലുള്ള ഒരു ബുദ്ധി. അതെന്താണ്? നമ്മളിപ്പോ കായിക മേഖല, സച്ചിൻ ടെണ്ടുൽക്കർ ബോഡിലി കിനസെറ്റിക് ഇന്റലിജൻസ് ആണ്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഫുട്ബോൾ മേഖലയിലും അതേപോലെ തന്നെ ക്രിക്കറ്റ് അല്ലെങ്കിൽ എന്താണ് കരാട്ടെ, കളരി, കുംഫു തുടങ്ങിയിട്ടുള്ള അത്തരം മേഖലയിലൊക്കെ ശോഭിക്കുന്നത് അല്ലെങ്കിൽ ആ മേഖലയിലൊക്കെ ഭാവി കണ്ടെത്തുന്ന ആളുകളുണ്ട്. അതേതാണ്? അത് ബോഡിലി കിനസെറ്റിക് ഇന്റലിജൻസ് ആണ്. അതേപോലെ തന്നെ AR റഹ്മാൻ. AR റഹ്മാൻ ഏത് ഇന്റലിജൻസ് ആണ്? AR റഹ്മാനെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക്കൽ ഇന്റലിജൻസ്, അത് ഒരു തരം ബുദ്ധിയാണ്. മ്യൂസിക്കൽ ഇന്റലിജൻസ്, പാട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സംഗീതം ചെയ്യുന്നത്. അപ്പൊ ഇത്തരം മേഖലയിൽ എന്ത് ചെയ്യുന്നു? ശോഭിക്കുന്ന ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും ഇങ്ങനെ ഒരു അക്കാഡമിക് മേഖലയിൽ ശോഭിച്ചുകൊണ്ട് ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും 10 മടങ്ങോ 100 മടങ്ങോ 1000 മടങ്ങോ പോലും ഇതേപോലെ പല മേഖലയിലും കലാമേഖലയിലും മറ്റും ഒക്കെയുള്ള ആളുകൾ ശോഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പാരമ്പര്യമായി നമ്മൾക്ക് പകർന്നു കിട്ടിപ്പോന്ന ഒരു അറിവായിരിക്കാം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം അക്കാഡമിക് മേഖലയിൽ ശോഭിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ മാർക്കുകൾ നന്നായിട്ട് സ്കോർ ചെയ്താൽ മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റുക. എന്നാൽ മറ്റേത് മേഖലയിൽ വിജയിക്കാനും എന്ത് ചെയ്യണം? കുട്ടികളുടെ അക്കാഡമിക് എന്ത് ചെയ്യണം? നന്നായിട്ട് ശോഭിക്കേണ്ടതുണ്ട്, പഠിച്ചെടുക്കേണ്ടതുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കുട്ടികളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യണം. അതല്ല എങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ അക്കാഡമിക് മാത്രം ഫോക്കസ് ചെയ്യും. ഭാവിയിൽ ഒരു AR റഹ്മാൻ ആവാൻ പറ്റിയ ഒരു സ്കില്ലുള്ള ഒരു കുട്ടിയാണെങ്കിൽ പോലും അമ്മയുടെ റോങ് മൈൻഡ് സെറ്റ് കൊണ്ട് അവൻ AR റഹ്മാനും ആവില്ല, ഒരാളും ആവില്ല. പുരയിൽ ഇങ്ങനെ അടുക്കളയിൽ ഇരുന്ന് പാട്ട് പാടേണ്ടി വരും. അതേപോലെ തന്നെ സച്ചിനെ പോലെ എന്നല്ല, നമ്മൾ ഫുട്ബോൾ മേഖലയിലായാലും ക്രിക്കറ്റിന്റെ മേഖലയിലായാലും ഒക്കെ തന്നെ കേരളത്തിൽ നിന്ന് കുറെ ആളുകൾ, പ്രതിഭകളായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മേഖലയിലേക്ക് ഒരു മേഖലയിൽ കഴിവുണ്ടെങ്കിൽ അതിന് നമ്മൾ മൈൻഡ് പോലും ചെയ്യൂല, പഠിക്കുന്നത് മാത്രമായിരിക്കും നോക്കുക. ഞാൻ പറഞ്ഞ കുട്ടികളിൽ അത്തരത്തിൽ കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പരിപോഷിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അക്കാഡമിക് മേഖലയ്ക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വൈവിധ്യമായ ബുദ്ധി വൈഭവങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അത് പരിശീലിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ആ മേഖലയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഒരു നാച്ചുറലിസ്റ്റ് ഇന്റലിജന്റ് നേരത്തെ പറഞ്ഞതിൽപ്പെട്ടത് തന്നെയാണ് ഒരു പ്രകൃതി ബുദ്ധി എന്നാണ്. ആ മേഖലയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? പ്രകൃതിയെ കുറിച്ച് പഠിക്കുന്നത്, കിളികളെ കുറിച്ച് പഠിക്കുന്നത്, മരങ്ങളെ കുറിച്ച് പഠിക്കുന്നത്, ചെടികളെ കുറിച്ച് പഠിക്കുന്നത്, കൃഷിയെ കുറിച്ച് പഠിക്കുന്നത്, കൃഷി വകുപ്പ് ആ മേഖലയിലേക്കൊക്കെ ഇറങ്ങുന്നതും ആ മേഖലയിൽ ജോലി കണ്ടെത്തുന്നതും ആയിരിക്കും അവർക്ക് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ നമ്മുടെ കുട്ടികള് അക്കാഡമിക് മാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയ മാത്രം നമ്മൾ നോക്കി ഒതുങ്ങി പോകാതിരിക്കുക. നമ്മുടെ കുട്ടികളിലെ എന്തെല്ലാം കഴിവുകളുണ്ടോ അതൊക്കെ നമ്മൾ പരിപോഷിപ്പിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇന്ന് നമ്മളെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമ്മുടെ കുട്ടികളിലെ പഠന വൈഭവം അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു താല്പര്യം വർദ്ധിപ്പിക്കുകയും പഠനം എളുപ്പമാക്കുകയും ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓഫാണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു എനർജി കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയ ആളുകളൊക്കെ എന്ത് ചെയ്യുക? വീഡിയോ ഓൺ ചെയ്തിരിക്കുക. നമുക്ക് ഏതായാലും നമ്മുടെ പഠന സംബന്ധമായി എന്താണ് വേണ്ടത് അതൊന്നറിയണം. എങ്ങനെയാണ് നിങ്ങളെ എല്ലാവരുടെയും കുട്ടികൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മൈക്ക് ഓൺ ചെയ്തുകൊണ്ട് പറയട്ടോ. എങ്ങനെയാണ് നിങ്ങളെ കുട്ടികൾ പഠിക്കുന്ന രീതി എങ്ങനെയാണ് എന്നൊന്ന് പറയാം. ജസ്റ്റ് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം. എന്റെ മോൻ കുട്ടിയായിരിക്കുമ്പോൾ വീട്ടിൽ നിന്നും എപ്പോഴും ഓരോരുത്തർ കളിയാക്കും, പൊട്ടനാണ്, കടിഞ്ഞു പൊട്ടൻ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു, സാരല്ല, സ്വന്തം വീട് ഞാൻ റിച്ച് ആകും. എന്നാൽ എന്റെ വാക്ക് സത്യമായി, അൽഹംദുലില്ലാ, റബ്ബിന്റെ അനുഗ്രഹം. ഇന്ന് അവന്റെ മേഖലയിൽ വെരി ഗുഡ്. ഓക്കെ, തീർച്ചയായിട്ടും കുട്ടികൾ കേൾക്കെ നെഗറ്റീവായുള്ള വാക്കുകളും കമ്പയർ ചെയ്യുന്ന വാക്കുകളും കുറ്റപ്പെടുത്തുന്ന വാക്കുകളും ഒന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഉപബോധ മനസ്സിലേക്ക് കയറുകയും പിൽക്കാലത്ത് അവരെ ഭാവി നഷ്ടപ്പെട്ടു പോകാനും അത് കാരണമാകും. ഓക്കെ, ഞാൻ ഏതായാലും ഒന്നുകൂടെ നിങ്ങളോട് നേരത്തെ ചോദിച്ച ചോദ്യം, നിങ്ങളുടെ കുട്ടികളെല്ലാം ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ നിങ്ങൾ തൃപ്തരാണോ? എന്താണ് അവരുടെ പഠന നിലവാരം? എന്താണ് മെച്ചപ്പെടുത്താനുള്ളത്? നിങ്ങൾ മൈക്ക് ഓൺ ചെയ്ത് ആരെങ്കിലും 1-2 ആളുകൾക്ക് ഒന്ന് പറയാം. അല്ലെങ്കിൽ വേഗം എനിക്ക് നിർത്തണമുള്ള താല്പര്യം ഉള്ളിൽ എവിടെയോ ഉണ്ടാകും. പറയൂ, ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. ഹസീന സലാം എന്തോ പറയാൻ പുറപ്പെടുന്നുണ്ടോ? ഇല്ല. ഇർഫാന പറയുന്നുണ്ടോ? ഇല്ല, ആരും മിണ്ടുന്നില്ല. മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ.
നിങ്ങൾ എന്നെ കൊണ്ട് എന്നെ പ്രസംഗിപ്പിക്കാൻ വേണ്ടി വന്നതാണ് തോന്നുന്നില്ലേ? പറയൂ. ഹലോ, ഇല്ല, ആരും മിണ്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് ഈ ക്ലാസ് ആയതുകൊണ്ട് പഠന നിലവാരം മെച്ചപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കുട്ടികളെയും കൂടെ അടുത്തിരുത്തിയിട്ടുണ്ട്. അത് ശരിയായില്ല. മൈക്ക് ഓൺ ആവുന്നില്ലേ? ഓ സോറി. ആ യെസ് 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 ഇനി ഓൺ ചെയ്യാം, പറഞ്ഞോളൂ. സോറി. ആ ഇനി ഓൺ ചെയ്യാം, ഇനി ഓൺ ചെയ്ത് നോക്കൂ. പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഹലോ സർ. ആ പഠിക്കാൻ വേണ്ടി കുറേ തവണ പറഞ്ഞോണ്ടിരിക്കണം. പിന്നെ ബുക്ക് എടുത്ത് വായിക്കാനിരിക്കുന്നൊക്കെ ഒരു മണിക്കൂറൊക്കെ പറഞ്ഞാല് വായിക്കാനിരിക്കും. ഓക്കെ, അപ്പൊ കുട്ടി എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് എന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ പറഞ്ഞോളൂ. 8ാം ക്ലാസ്സിലാണ്. മോനാണ് 8ാം ക്ലാസ്സിലാണ്. മോനാണ് 8ാം ക്ലാസ്സിലാണ്. പഠിക്കും കുറെ പറഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, വായിക്കുള്ളൂ. അതെ അതെ. ഓക്കെ. അപ്പേക്ക് നമ്മളൊരു എനർജി ഒക്കെ പോവുകയും ചെയ്യും. അവനപ്പേ ഒരു 10 മണിയൊക്കെ ആവണം പഠിക്കാൻ തുടങ്ങാനുള്ളൊരു എനർജി കിട്ടാന്. 10 മണി മുതൽ എത്ര മണി വരെ അവൻ പഠിക്കും? അല്ല, എത്ര മണിയാണെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിലും പഠിക്കും. അതല്ലേ താല്പര്യം ഇല്ലാത്ത സമയമാണെങ്കിൽ തീരെ നെവർ മൈൻഡ് ആണ്, നോക്കിയല്ല. അവന് പഠന സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ബേസിക് പ്രശ്നങ്ങളുണ്ട്. ബേസിക് തീരെ കിട്ടിയിട്ടില്ല. മോനൊരു ഹീമോഫീലിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഉള്ളതുകൊണ്ട് പിന്നെ സ്കൂളൊന്നും പോയിട്ടില്ലായിരുന്നു. കുറച്ച് സമയത്തൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളൂ. അതായത് ഒരു ഇയറിൽ ഒരു 4-5 അല്ലെങ്കിൽ ഒരു 6-7 ദിവസമൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളൂ. ഒരു 1 to 4th വരെ. പിന്നെ കൊറോണ ആയി. പിന്നെ 6th തൊട്ടാണ് ഇപ്പോൾ സ്കൂളിൽ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ തുടങ്ങി. അപ്പൊ ബേസിക് നല്ല ഇഷ്യൂസ് ഉണ്ട്. നിങ്ങൾ എവിടെ, സ്ഥലം എവിടെയാണ്? മുക്കം. മുക്കത്താണ്. ഓക്കെ. ഉം. നിങ്ങളുടെ കുട്ടിക്ക് പഠന സംബന്ധമായി പ്രശ്നമുണ്ടോ ഞാൻ ചോദിച്ചത്? അവന് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയോ? ഇംഗ്ലീഷ് മീഡിയം ആണ്. ഇംഗ്ലീഷ് മീഡിയം. അവന് ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളവും നന്നായിട്ട് വായിക്കാൻ അവൻ അറിയുമോ? മലയാളം ഇല്ല, ഇംഗ്ലീഷ് അറിയാം. മലയാളം അറിയില്ല, അതൊരു പ്രശ്നം തന്നെയാണ്. പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ അപ്പം പഠിച്ചു വരുന്നേ ഉള്ളൂ. പഠിച്ചു വരുന്നേ ഉള്ളൂ. ഓക്കെ. ഇംഗ്ലീഷ് അവൻ അറിയോ? അറിയാം. നന്നായിട്ട് അവനെ കൂട്ടി വായിക്കാനൊക്കെ സാധിക്കുന്നുണ്ടോ, സെന്റൻസ് ഒക്കെ? ഉണ്ട്, ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത്രയും കാലമില്ലായിരുന്നു, ഞാനിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ പുറകെ നടന്ന് ഇപ്പൊ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതുവരെ കുട്ടി വായിക്കാത്തതിന്റെ ഒരു പ്രധാന കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അറിയാത്ത ഒന്ന് വായിക്കി എന്ന് നമ്മളെ നിരന്തരം മോട്ടിവേറ്റ് ചെയ്തു എന്ന് സങ്കല്പിക്കുക. സ്നേഹത്തോടെ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. എന്നെ കേൾക്കുന്നുണ്ടോ? സ്നേഹത്തോടെ ഇങ്ങനെയൊക്കെ ചെയ്താലും നമ്മളെ കുട്ടി വായിക്കൂല. അല്ല സോറി, കുട്ടിയല്ല, നമ്മൾ വായിക്കോ? എന്താ വായിക്കാത്തതിന്റെ കാരണം? ഈ ലെറ്റേഴ്സ് തമ്മിൽ കൂട്ടിച്ചേർത്താൽ എന്താണ് വായിക്കേണ്ടതെന്ന് അറിയാതെ ഞാനിത് വായിക്കോ? വായിക്കില്ല. അപ്പൊ മോനെ ഒന്ന് വായിക്കും മോനെ. എല്ലാ പാരന്റ്സും പറയുന്നതാണ്, പഠന സംബന്ധമായി പ്രശ്നമുള്ള കുട്ടിയോ ബേസ് നഷ്ടപ്പെട്ടു പോയ കുട്ടിയോ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വായിക്കി എന്ന് പറയലല്ല പരിഹാരം. അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ നമ്മൾ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്നും ചെയ്യാൻ പറ്റൂല. ബേസ് നഷ്ടപ്പെട്ടു പോയ കുട്ടിയാണെങ്കിൽ ടീച്ചേഴ്സിന് ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതിന്റെ പരിഹാരം എനിക്ക് തോന്നുന്നു നിങ്ങൾ റെമഡി കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ക്ലാസ് ഒക്കെ പഠിച്ചിട്ട് ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ കുട്ടിക്ക് വേണ്ടത് എന്താ വെച്ചാൽ IEP മെത്തേഡ് ഞാൻ പറയാം. IEP മെത്തേഡ്, ഇൻഡിവിജ്വലൈസ് എഡ്യൂക്കേഷൻ പ്ലാൻ. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ പ്രത്യേകമായി കുട്ടിക്ക് ശ്രദ്ധ തെറ്റിപ്പോവാതിരിക്കാനുള്ള ഒരു ടൂളാണ് ഒരു ടീച്ചർ ഒരു കുട്ടി. ഓക്കെ. ആ രീതിയിൽ കുട്ടിക്ക് ബേസ് നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. അടിസ്ഥാനപരമായി കുട്ടി പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, കുട്ടി പഠിക്കേണ്ടത്, നഷ്ടപ്പെട്ടു പോയത് എന്താണ്, അത് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹലോ മാത്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിവൈവ് അക്കാദമിയിൽ ഇപ്പൊ ജോയിൻ ചെയ്ത് ഇപ്പൊ മാത്സ് ഇങ്ങനെ ട്രാക്കിലായി വരുന്നുണ്ട്. നല്ല ക്ലാസ്. വെരി ഗുഡ്. നന്നായി, വളരെ നല്ലത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? നമ്മളെ മെന്റേഴ്സ് ആരാണ്? മെന്റർ ആരാണ്? മെന്റർ ആരാണ്? ഷാഹിദ മാം. ഓ, ഷാഹിദ മാം. ഷാഹിദ. സെൽമ മിസ് ആണ്. ഓക്കെ. സെൽമ മിസ്
ഓക്കെ, ഏതായാലും എന്ത് ചെയ്യും നിങ്ങൾക്ക് പിന്നെ നമ്മൾ ഈ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് അവന് അറ്റൻഷൻ കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്കുകൾ കൊടുക്കുന്നുണ്ടാകും. അതേപോലെ അവന്റെ ലേണിംഗ് സ്റ്റൈൽ കാര്യങ്ങൾ ഞാനിവിടെ കുറച്ച് ലേണിംഗ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ റെമഡിയൽ പാരന്റ്സിന്, അതായത് ഇത്തരത്തിലുള്ള ക്ലാസ് കൊടുക്കുന്ന കുട്ടികളുടെ പാരന്റ്സിന് മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ വരുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അതിൽ കയറണേ കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് മാത്സിനെ മിസ്സിനെ പറ്റി മോന്റെ റിവ്യൂ എന്താന്ന് വെച്ചാല്, പിന്നെ സ്കൂളില് ഈ ടീച്ചർ ആയിരുന്നെങ്കിൽ എനിക്ക് മാത്സ് ഇപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സിന് ഇരിക്കേണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അത്രയും നല്ലൊരു അടിപൊളി ക്ലാസ് ആണ് റിവ്യൂ മിസ്. ആണെന്ന് അല്ലേ? ആ ടീച്ചറെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കുട്ടികളുടേന്ന്. നല്ല പെട്ടെന്ന് അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗം ഇത്തരത്തിൽ കുട്ടിയെ മനസ്സിലാക്കി, കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയും വിഷ്വൽ, ഓഡിറ്ററി, കിനസെറ്റിക്. എന്താണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവട്ടോ. അപ്പൊ വിഷ്വൽ, ഓഡിറ്ററി, കിനസെറ്റിക് 3 സിസ്റ്റം ഉണ്ടാവും. റെപ്രസെന്റേഷൻ സിസ്റ്റം എന്നറിയും. 3 രീതിയിൽ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്. അതിലൊന്ന് പ്രയോറിറ്റി ഉണ്ടാവും. ഈ 3ഉം കൂടെ ക്ലബ്ബ് ചെയ്ത് കുട്ടികൾക്ക് പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്ത് അവരെ പ്രയാസങ്ങൾ തിരിച്ചറിയും. വിഷമം ഉണ്ട് എന്നുള്ളത് അവരെ വിഷമം ആരും തിരിച്ചറിയില്ല. ഈ പാരന്റ്സും ചീത്ത പറയാ ചെയ്യുന്നത്, ടീച്ചറും ചീത്ത പറയാ ചെയ്യുന്നത്, കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. ഈ കുട്ടികൾ എന്ത് ചെയ്യും? 5, 6, 7 ക്ലാസ്സിൽ എത്തിയ മക്കൾ എന്ത് ചെയ്യും? ഞാനും നിങ്ങളും 7 ക്ലാസ്സിൽ ബെഞ്ചിൽ ഇരുന്നുകൊണ്ട് ആലോചിച്ച് നോക്കുക. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയില്ല. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്ന കുട്ടികളൊക്കെ നന്നായിട്ട് എഴുതുന്നുണ്ട്. ടീച്ചർ അവിടെ നിന്ന് ചോദ്യം പറയുന്നുണ്ട്, ഉത്തരം എനിക്ക് അറിയാം, പക്ഷെ കൂട്ടി എഴുതാൻ അറിയില്ല. ഞാൻ എന്ത് ചെയ്യും? ചോദ്യം ടീച്ചർ ചോദിച്ചു, എല്ലാവരും എഴുതാന്ന് പറഞ്ഞു. എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? നോട്ട്ബുക്ക് എടുത്ത് ഉത്തരം എഴുതാൻ തുടങ്ങുന്നു. എനിക്ക് അറിയാം, പക്ഷേ ഞാൻ ക്ലാസ് കേട്ടിട്ട് തലയിലുണ്ട്, പക്ഷെ എനിക്ക് എഴുതാൻ അറിയില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അതൊരു സമ്മർദ്ദമാണ്, സ്ട്രെസ്സാണ്. അതേപോലെ കൂട്ടുകാരും കളിയാക്കും. ഇവിടെ 3ാം ക്ലാസ്സിൽ നിനക്ക് അത് അങ്ങനെ അല്ലടാ, ഇതിൽ ഇങ്ങനെടാ, ഇതാ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അല്ലെങ്കിൽ പൊട്ടി മണ്ടി എന്ന് പറഞ്ഞ് കളിയാക്കും. ഈ പഠന പ്രയാസമുള്ള കുട്ടികളുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അവരെ മനസ്സിലാക്കി, അവരെ മാനസികാവസ്ഥ മനസ്സിലാക്കി, അവരുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കി, പോസിറ്റീവ് സ്ട്രോക്കിംഗ് മെത്തേഡിലൂടെ IEP മെത്തേഡിൽ ഈ കുട്ടിയെ പ്രത്യേകം കെയർ ചെയ്തുകൊണ്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. പ്ലസ് ഇതിന്റെ കൂടെ തന്നെ കുട്ടിക്ക് അറ്റൻഷൻ കൂട്ടാൻ ആവശ്യമായ ടെക്നിക്കുകൾ കൊടുക്കുന്നുണ്ടാകും. ഏതായാലും നിങ്ങൾക്ക് അറിയണ്ടാവും, ചില ഗെയിം പോലെ ആക്ടിവിറ്റി പോലെയൊക്കെ ഉണ്ടാവും. കാരണം ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, അറ്റൻഷൻ കൂടാൻ വേണ്ടിയിട്ടുള്ളതാണ്, വളരെ വേഗം പഠിച്ചെടുക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ആവശ്യമായ ചില ടെക്നിക്കുകളൊക്കെ ഈ റെമഡിയുടെ ഭാഗമായി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ പരിഹാരമാവും കേട്ടോ. യെസ്, ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ചോദിച്ചതിന്റെ ആൻസർ പൂർണ്ണമായിട്ടില്ല, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. കാരണം ആ BAK പറയണം. ചെറിയ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വേറെ ആരെങ്കിലും പറയൂ. ഹലോ സർ. പറയൂ. എന്റെ മകന് 9 വയസ്സുണ്ട്. മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ ഓന് ആദ്യം LKG മുതൽ CBSE സ്കൂളിന് അഡ്മിഷൻ മൈക്ക് അടുത്ത് വെക്കാമോ? LKG മുതൽ CBSE ആണ് പഠിക്കുന്നത്. അപ്പൊ 1 സ്റ്റാൻഡേർഡ് വരെ അതിൽ തന്നെ പോയി. പിന്നെ വണ്ടിന്റെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് സ്കൂൾ മാറ്റിയിട്ട് അൽബർ സ്കൂളിലേക്ക് ചേർത്തി 2ാം ക്ലാസ്. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്നിട്ട് അപ്പൊ അവിടെ ഖുറാനും കൂടി മിക്സ് ചെയ്തിട്ട് നോക്കുമ്പോ എനിക്ക് സ്കൂളിൽ പോകാൻ ആദ്യം ഭയങ്കര മടി. ആദ്യം കരച്ചിൽ തന്നെയായിരിക്കും. പിന്നെ കുറെ ലീവ് വന്നു. ലീവ് വെച്ചാൽ ഇവന് രാവിലെ പറയും വയറ് വേന എടുക്കുന്ന കഴിഞ്ഞ അത് വെച്ച് ഉള്ളത് തന്നെയായിരിക്കും. പിന്നെ മനസ്സിലായത് ഇല്ല എന്നുള്ളത്. അങ്ങനെ സ്കൂളിൽ പോകുന്നതായിട്ട് പോകേണ്ട പ്രശ്നം കൊണ്ട് പറയുന്നത് പിന്നെ മനസ്സിലായി. അപ്പൊ ഓനിക്ക് എന്നാ മിസ്സിനോടെല്ലാം സംസാരിച്ച സമയത്ത് പിന്നെ അറിയാൻ പറ്റിയെച്ചാല് അവിടെ അൽബിർ സ്കൂളിൽ ഖുർആനും മറ്റേ സാധാരണ രണ്ടും കൂടി ഒരുമിച്ചായതുകൊണ്ട് ഇവനിക്ക് മറ്റുള്ള കുട്ടികളെ കൂടെ എത്താൻ പറ്റായിട്ട് ഇവനിക്ക് പിന്നെ ഭയങ്കര ടെൻഷൻ കൂടിയിട്ട് ഈ ഒരു വർഷം മൊത്തം സ്കൂളിൽ പോകുന്നതല്ലാണ്ട് ദിവസം ഓരോ ബുദ്ധിമുട്ടും കൊണ്ടാണ് വരുന്നത്. കാരണം മെയിൻ ഓനിക്ക് ഛർദി, വയറുവേദന, തലവേദന, കണ്ണുവേദന, കണ്ണ് കാണാണ്ടായിപ്പോക്ക്, അങ്ങനെല്ലാം ഓരോന്ന് വന്നിട്ട് ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഈ ഒരു കാര്യം ചെയ്യും, 2 ആഴ്ച ലീവ് എടുപ്പിക്ക്, എന്നിട്ട് എന്താ നോക്കാന്ന് പറഞ്ഞുതരാം. അപ്പൊ ഓന് കുറെ ഹാപ്പിയായി. അപ്പം മനസ്സിലായി ഇത് അത് മറ്റുള്ള കുട്ടികളെ കൂടെ എത്തുന്നില്ല എന്നുള്ള ചിന്ത വന്നിട്ട് അവനക്ക് ഈ പ്രശ്നം വരുന്നത് എന്നുള്ളത്. അങ്ങനെ മിസ്സിനോട് സംസാരിച്ചാൽ മിസ്സും പറഞ്ഞു ഇവന് കാണുന്നില്ല, കാരണം മറ്റു കുട്ടികളിൽ ഓതുമ്പോൾ ഇവന് വല്ലാണ്ട് കരയാൻ തുടങ്ങുന്നെല്ലാം പറഞ്ഞിട്ട് ഓനെ സ്കൂളിൽ ഇപ്പൊ മാറ്റി. ഹൈസ്കൂളിൽ നിന്ന് വേറൊരു CBSE സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തി. അപ്പൊ ഇപ്പൊ പുതിയ സ്കൂള് ഇപ്പൊ തുറന്നിട്ട് ഇത്ര ദിവസമായിട്ട് ഓനിക്ക് പോകാനൊരു മടിയുണ്ട്. എന്നാലും പോകുന്നുണ്ട്, പ്രശ്നമില്ല, പോകുന്നുണ്ട്. സോ ആ മിസ്സുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് മിസ് എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓനിക്ക്
അറിയുന്ന ഉത്തരങ്ങൾ പോലും ഓനക്ക് പറയാൻ ഒരു പേടി. ഉം. വീട്ടുകാരുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഓന് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന സമയത്ത് ഓനക്ക് അറിയായിരിക്കും, പക്ഷെ ഓന് തെറ്റിപ്പോവോ, ഓന്റെ മുഖത്ത് പെട്ടെന്നൊരു ഫേസ് തന്നെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ മുഖയിലൊരു വല്ലാണ്ടായിട്ട് ഒരു ടെൻഷൻ പിടിച്ചു. അവര് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാനത് ഫ്രീ പീരീഡ് എല്ലാം ആ സമയത്ത് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉം. എനിക്കത് കേട്ട സമയത്ത് എനിക്ക് എന്നാ ചെയ്യണ്ടേ, ഞാൻ അവനോട് വന്നിട്ടെല്ലാം നല്ല രീതിയിൽ സംസാരിക്കണം ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് ടെൻഷൻ വരുന്നു. ഓക്കെ, നിങ്ങൾ എവിടെ സ്ഥലം എവിടെയാണ്? ഞാൻ തലശ്ശേരി തലശ്ശേരി എവിടെ? അഞ്ചരക്കണ്ടി. അഞ്ചരക്കണ്ടിയാണ്. ഉം. ഓക്കെ, ഒന്നുകിൽ ഇത് ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ ഒരു കൺസൾട്ടിങ് മോനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ്. നിങ്ങൾ ഓനിക്ക് പറഞ്ഞ ഭയങ്കര ദേഷ്യം. ഓ മോനിക്ക് അതായത് ഇപ്പൊ നോക്കും ഭയങ്കര ദേഷ്യം പിടിക്കും. അവനോട് എന്ത് പറയുമ്പോ ഓന് സൗണ്ടിൽ എന്നോട് സംസാരിക്കുന്നത്. അപ്പൊ വീട്ടില് വേറെ 2-3 കുട്ടികളുണ്ട്. പിന്നെ ഇവന്റെ ചെറുതൊരു ഓക്കെ സിസ്റ്റർ മോനുണ്ട്. അപ്പൊ ഓ ഓനായിട്ട് തീരെ ഇവന് ഒത്തു പോകുന്നില്ല. ഇവനിക്ക് ഓക്കെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ വിഷമവും അല്ലെ കുട്ടീന്റെ അവസ്ഥയും ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കി. അതായത് ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിഹൈൻഡ് എവരി ബിഹേവിയർ ദർ ഇസ് എ റീസൺ. കുട്ടി വീട്ടിൽ കുറച്ച് അഗ്രസീവ് ആകുന്നു അല്ലെങ്കിൽ കുറച്ച് അടിപിടിയൊക്കെ കൂടുന്നുണ്ട്, അതിന്റെ പുറകിൽ ഒരു കാരണം ഉണ്ടാകും. കുട്ടി രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് വയറുവേദനയാവുന്നെന്ന് പറഞ്ഞത് വെറുതെ പറയുന്നതല്ല. ശരിക്കും നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, നമുക്ക് വയറ്റ് കാളിച്ച അല്ലെങ്കിൽ വയറുവേദന, ഇങ്ങനെ പല അസ്വസ്ഥതയും നമുക്ക് ഉണ്ടാവാറില്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്ക്, പേടിയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോ ഉണ്ടോ അല്ലേ? ഉണ്ട്. ഉണ്ട്. അതല്ല മോനിക്ക് ഇതിനു മുന്നേ തലക്ക് ഫുള്ള് ഡാൻഡ്രഫ് വന്ന്, അപ്പൊ മുടിയിൽ ചെറുങ്ങ നരവും വന്ന്. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിച്ച്, പിന്നെ കുട്ടിക്ക് അത് നഖം കടിച്ചിരിക്കും. അപ്പൊ ഡോക്ടറോട് ചോദിച്ചു എന്ത് സ്ട്രെസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മള് ഒരു മോനാ ഉള്ളത്. അങ്ങനെ ഞാനായിട്ടോ അങ്ങനെ സ്ട്രെസ്സിൽ നിൽക്കണ്ടത് കുറച്ച് വർഷം മുന്നേ ഗൾഫിൽ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു വളർന്നതല്ലാണ്ട് പിന്നെ സ്ട്രെസ് ആയിട്ട് മോനിക്ക് അങ്ങനെ വേണ്ട ഇതൊന്നും പ്രശ്നങ്ങളൊന്നും ലൈഫിൽ ഇല്ല. എന്നിട്ട് എന്താ ഇവൻ ഇങ്ങനെ ഇങ്ങനെ ഇത് വരുന്ന നോക്കുമ്പോ എനിക്ക് കുറച്ച് ടെൻഷൻ കൂടുതല്. എനിക്ക് തിരിയുന്നില്ല ഇവനെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നുള്ളത്. ഓക്കെ, അല്ല ഇവന് സ്ട്രെസ് ഇല്ല എന്നാണോ നിങ്ങളിപ്പോ പറയുന്നത്? എല്ലാ സ്ട്രെസ് അല്ല മീൻസ് പിന്നെ ഞാൻ ഇപ്പൊ ഫാമിലിയില് അങ്ങനെ ഹസ്ബൻഡ് ഞാൻ അടിപിടിയോ അങ്ങനത്തെ ഒന്നും ഇല്ല. അപ്പൊ അതൊന്നും അല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്ട്രെസ് ആണിത്. നമ്മൾ എപ്പോഴും നമ്മളെ കുട്ടിയിലേക്ക് ഇറങ്ങി നോക്കുക, ആ കുട്ടിയായി മാറി നോക്കുക. അവന്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും ഓതി കൊടുക്കുന്നുണ്ട്, അവന് ഓതാൻ പറ്റുന്നില്ല. ബാക്കിയുള്ള കുട്ടികളെല്ലാം വായിക്കുന്നുണ്ട്, അവന് പറ്റുന്നില്ല. അപ്പൊ അവർക്കെല്ലാം അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട്, വെരി ഗുഡ്, ഗുഡ് ബോയ് അല്ലെ ഗുഡ് ഗേൾ ഇതൊക്കെ പറയുന്നുണ്ട്. അവനൊന്നും കിട്ടുന്നില്ല, അവനെല്ലാം ശൂന്യമായിട്ടാണുള്ളത്. അവന് കോൺഫിഡൻസ് ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരികയാണ്. കോൺഫിഡൻസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് അവന് സ്ട്രെസ് ഉണ്ടാവുകയാണ്. സ്ട്രെസ് കൂടി വരുന്നതിനനുസരിച്ച് നമുക്കറിയാം, സ്ട്രെസ് നമ്മളിലായാലും വലിയ ആളുകളിൽ ആ കുട്ടികളിലായാലും ഒക്കെ തന്നെ ഈ സ്ട്രെസ്സിന്റെ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നീ ഭയങ്കര ടൈറ്റ് ആകും. സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മൾ എങ്ങനെയാ ബാക്കിയുള്ളവരോട് ബിഹേവ് ചെയ്യല്? നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ളപ്പോ മക്കളോട് ചൂടായി പോകും എന്ന് പറഞ്ഞില്ലേ നേരത്തെ? നമുക്ക് ഭയങ്കര സ്ട്രെസ് ഉള്ളപ്പോ നമ്മൾ വെറുതെ എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ? ഇതേപോലെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നിങ്ങളെ കുട്ടി എങ്ങനെയാണ് ഇത് വെന്റിലേറ്റ് ചെയ്യുക? സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ചില കുട്ടികൾക്ക് പ്രതികരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ നഖം കടിക്കും, ചിലപ്പോൾ ഉറക്കത്തിൽ പല്ല് കടിക്കും, ചിലപ്പോൾ ആ കിടക്കയിൽ മൂത്രമൊഴിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതിന് ശേഷം പിന്നെന്ത് ചെയ്യും? കൂടെയുള്ള സിബ്ലിങ്സുമായിട്ട് എന്ത് ചെയ്യുന്നു? അടിപിടി ഉണ്ടാകുന്നു. പിന്നെ സ്കൂളിൽ പ്രശ്നക്കാരനായി മാറുന്നു. ഇതൊക്കെ ഉണ്ടാവുന്ന എന്താണ്? കുട്ടിക്ക് വേണ്ട അംഗീകാരം, പരിഗണന, സ്നേഹം കിട്ടുന്നതിന്റെ ഒക്കെ അളവ് കുറഞ്ഞു പോകും. പൊതുവിൽ പഠനത്തിൽ പുറകോട്ടാകുന്ന സമയത്ത്, വീട്ടിലെത്തി നമ്മൾ വായിപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? മോനെ അത് ഓതു മോനെ, അങ്ങനെയല്ല മോനെ, ഇങ്ങനെയാണ് മോനെ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്ക് തന്നെ ടൈറ്റ്. സ്കൂളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താണ്? അവിടെയും ടൈറ്റ്, ഫുള്ള് കുട്ടി ടൈറ്റിലാണ്. അപ്പൊ ഇതിന്റെ കോർ ഇഷ്യൂ എന്താണെന്ന് കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടത്. കോർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അറബിക്ക് ഓത്തിലാണോ പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞത് കാര്യമായിട്ട്? അല്ല ഓന് മദ്രസയിൽ ഇപ്പൊ 1-ാം ക്ലാസ്സിലേക്ക് ആയത്. അപ്പൊ മദ്രസയിൽ നിന്ന് പഠിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഈ അൽബിർ സ്കൂളിന് LKG അതായത് വലിയ സൂറത്ത് എടുക്കുന്നേരോ ഇവന് 2-ാം ക്ലാസ് മുതൽ അവിടെ കയറിയത്. എന്നൊക്കെ നിങ്ങൾ നിസ്സാരമാക്കിയിട്ട് പോകാതിരിക്കൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ പഠിച്ചു വരുന്നുണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞത്. കുട്ടി ഇപ്പോൾ നന്നായിട്ട് ഓതാൻ അറിയുമോ? ഇപ്പൊ മദ്രസയിൽ 1-ാം ക്ലാസ്സിൽ പോകുന്നിട്ട് ഇപ്പൊ സൂറത്ത് 2-ാം ക്ലാസ്സിലായിട്ട് ഇപ്പൊ ഓതി തുടങ്ങുന്നുണ്ട്. അതാ ഓതി തുടങ്ങുന്നുണ്ട്, കംപ്ലീറ്റ് ആയില്ല. ഓതുന്നുണ്ടോ എന്റെ ചോദ്യം? ഓതുന്നുണ്ടോ? മറ്റു കുട്ടികളെ പോലെ ഓതുന്നുണ്ടോ? അതിപ്പോ സൂറത്ത് ഓതുന്നുണ്ട്. അപ്പൊ പിന്നെന്താ? മറ്റു കുട്ടികളെ പോലെ മോൻ ഓതുന്നുണ്ടോ? മറ്റു കുട്ടികളെ പോലെ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഉസ്താദ് പഠിപ്പിച്ച സൂറത്ത് ഓൻ ഓതുന്നുണ്ട്.
സ്കൂളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സുഹൃത്താ ഇവന്റെ കൂടെ മറ്റുള്ള അതന്നെ, കുട്ടികളോട് അതാ ഓടാൻ എന്റെ ചോദ്യം, പറ്റുന്നില്ല. അതാണ് എന്റെ ചോദ്യം. അതാണ് മറ്റു കുട്ടികളെ പോലെ തന്നെ സ്കൂളിലത്താണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല മദ്രസ അത് ഇവനിക്ക് ഇല്ല, അത് പറ്റുന്നില്ല. അറിയുന്നേ ഇല്ല. ഇല്ല അപ്പൊ പറ്റുന്നേ ഇല്ല. എല്ലാവരും ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതിൽ പാടുണ്ടാവും കേട്ടോ. നമ്മളെ കുട്ടികൾ മറ്റു കുട്ടികളെ പോലെ എഴുതുന്നുണ്ടോ? അതായത് 6ാം ക്ലാസ്സിലുള്ള സെയിം പ്രിൻസിപ്പിൾ ആണ് നിങ്ങൾ എല്ലായിടത്തും അപ്ലൈ ചെയ്യേണ്ടത്. 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളോടൊപ്പം നിങ്ങളെ കുട്ടിക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ലെവലിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യല്ല വേണ്ടത്? ടീച്ചറെ ഒന്ന് നോക്കണേ എന്ന് പറയലോ, നിങ്ങൾ വീട്ടിൽ നിന്ന് കുറെ ഷൗട്ട് ചെയ്യലോ അല്ല. ആ കുട്ടിക്ക് ബേസ് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലോ മറ്റോ ആണെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോച്ചിങ്, വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ടീച്ചേഴ്സിനെ പിടിച്ചല്ല. നമ്മളെ ടീച്ചേഴ്സ്, റെമഡിയൽ ടീച്ചേഴ്സ് നേരത്തെ പറഞ്ഞു, ആ ടീച്ചറുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടല്ലോ. അത് സ്പെഷ്യൽ ആയിട്ട് കുട്ടികളെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കഴിവുള്ള ആളുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള എന്ത് ചെയ്യണം? ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോച്ചിങ് കുട്ടിക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതല്ല എങ്കിൽ ദിനം പ്രതി ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ പോലും മാറ്റം ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. കാരണം എന്താണ്? അവനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കുറെ വായിക്കി എന്ന് പറയലോ, ഓത് എന്ന് പറയലോ അല്ല പരിഹാരം. അവന് എന്തിലാണോ പ്രശ്നമുള്ളത്, ബാക്കിയുള്ള കുട്ടികളെ പോലെ ഓതാൻ അവന് സാധിക്കുന്നില്ല. എവിടെയാ പ്രശ്നം? സ്പീഡ് കിട്ടുന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട്, പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കോച്ചിങ്, ഒന്നുകിൽ ടീച്ചറെയോ അല്ലെ ഉസ്താദിനെയോ, അവനൊരു 1-2 മാസം അങ്ങനെ ഒരു ട്രെയിനിങ് അവന് നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ. അതിലൂടെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതാണ് ഒന്ന്. രണ്ടാമത്തേത്, കുട്ടിക്ക് കോൺഫിഡൻസ് തീരെയില്ല. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്ന, സ്കൂളിൽ പോകുമ്പോൾ പേടിയാണ്, സ്കൂളിൽ പോയാൽ പേടിയാണ്, അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ പറയുന്ന കുട്ടികളിൽ നിങ്ങളൊരു പണി ചെയ്തോളൂ. നിങ്ങൾ കുട്ടികളെ ഒന്ന് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്ക് നിങ്ങളെ കുട്ടികളെ കൊണ്ടൊന്ന് ചെയ്യിച്ചാൽ മതി. അതെങ്ങനെ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞത്? കുട്ടിയോട് കണ്ണടക്കാൻ പറയുന്നു. എന്നിട്ട് ചെയ്യുക, വളരെ പ്ലസന്റ് ആയിട്ടും ഒന്നൊന്ന് മുഖത്ത് നല്ലൊരു പുഞ്ചിരി കൊണ്ടുവരാൻ പറയാ. ശേഷം അവൻ സ്കൂളിൽ പോകുന്നത് ഒന്ന് ഇമേജിൻ ചെയ്യാൻ പറയാ. വളരെ ഹാപ്പി ആയിട്ട്, ഉഷാറായിട്ട്, സന്തോഷത്തോടു കൂടെ സ്കൂളിൽ പോകുന്നതും, അല്ലെ ബസ്സിലാണോ പോകുന്നത്, എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ പോകുന്നതും, സ്കൂളിൽ എത്തുന്നതും. അതേപോലെ തന്നെ 1ാമത്തെ പീരീഡ് എന്താണ്, ആ ടീച്ചർ വരുന്നതും മോൻ നല്ല കോൺഫിഡന്റ് ആണ്, അല്ലെ മോള് നല്ല കോൺഫിഡന്റ് ആണ്, മോള് നല്ല ഹാപ്പിയാണ്, ഒന്ന് ചിരിച്ചേ, ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു? ടീച്ചർ വരുന്നു, എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എല്ലാം മോള് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുകയാണ്, ഇപ്പൊ നല്ല കോൺഫിഡൻസ് ഉണ്ട്, വളരെ ഹാപ്പിയാണ്, ഉഷാറാണ് എന്നൊക്കെ പറഞ്ഞ് ഇമേജിൻ ചെയ്യിപ്പിക്കുക. വിഷ്വലൈസേഷൻ എന്ന ഒരു ടെക്നിക്കാണ്. കുട്ടികളിൽ ഇത് മതി, വലിയ തെറാപ്പിയോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതുണ്ടാവില്ല, നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളിത് രാത്രി കുട്ടി ഉറങ്ങുന്നതിന്റെ മുന്നേ എന്ത് ചെയ്യണം? ഇതൊരു 3 മിനിറ്റ്, കുറേ ദൈർഘ്യം ഉണ്ടാവാൻ പാടില്ല കുട്ടികൾക്ക് ചെയ്യുമ്പോൾ. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുക. ക്ലിയർ ആയിട്ടില്ല എങ്കിൽ പിന്നെന്ത് ചെയ്യണം? നിങ്ങളുടെ കുട്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവന് വേണ്ട രീതിയിൽ ടൂളുകൾ കൊടുക്കാൻ, ഒന്നുകിൽ ഒരു മെന്റർഷിപ്പ്, നമ്മളൊരു മെന്ററെ തരാം, അതിന് ചെറിയ പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ മെന്റർ നിങ്ങളെ കുട്ടിയുടെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു? ഗൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഐഡിയ തരും, എങ്ങനെ എന്ത് കൊടുക്കണം, ഏത് ടൂള് കൊടുക്കണം, എന്ത് അഫർമേഷൻ കൊടുക്കണം, കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ, അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്. ഒരു കൗൺസിലിങ്ങിന്റെ തന്നെ വേറെ വേർഷൻ ആണ് സ്റ്റുഡൻസ് മെന്ററിങ്. ഓക്കെ, അപ്പൊ അത് എക്സ്പേർട്ടുകളായിട്ടുള്ള നമ്മളുടെ എന്താ പറയാ, നമ്മളെ മേൽനോട്ടത്തിലായിരിക്കും, സ്വന്തമായിട്ടല്ല. ടെൻഷൻ ആവേണ്ടയില്ല. കാരണം നിങ്ങളെ കുട്ടിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഏകദേശം ഒരു 10ഓളം സിറ്റിംഗ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കും. കുട്ടിയെ മനസ്സിലാക്കും, അതിനുശേഷം നിങ്ങൾക്ക് ഗൈഡൻസ് തരും, ആ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈല് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും, അവനെ മാറ്റിയെടുക്കാനുള്ള ടൂളുകൾ അവർ പറഞ്ഞു തരും. ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാം. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. നേരത്തെ പറഞ്ഞു വിഷ്വൽ, ഓഡിറ്ററി, കിനസെറ്റിക്. നമ്മൾ ഇത് അഡ്വാൻസ് ലെവലിലെ ക്ലാസ്സുകളിൽ നമ്മൾ പറയുന്നതാണ്. പാരന്റിംഗ് ബ്ലൂ പ്രിന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും മക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണങ്ങും, സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ തന്നെ പറയാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളെല്ലാവരും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാവർക്കും അതേപോലെ നമ്മുടെ മക്കൾക്കും ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെയും പഠിക്കുന്ന, സ്കൂളിലെ മാത്രമല്ല, അക്കാഡമിക് മാത്രമല്ല, സ്കൂളായാലും മദ്രസയായാലും പ്രകൃതിയിൽ നിന്നായാലും ആളുകളിൽ നിന്നായാലും ആളുകളെ ആയാലും ആളുകളെ കുറിച്ച് മനസ്സിലാക്കുന്ന, പഠിച്ചെടുക്കുന്ന പുസ്തകങ്ങളിലുള്ളത്. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അതായത് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന,
അതേപോലെ തന്നെ പുസ്തകങ്ങളിലുള്ളത് പഠിച്ചെടുക്കുന്ന, മനസ്സിലാക്കുന്ന, ആളുകളെ മനസ്സിലാക്കുന്ന, എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആളുകളെ മനസ്സിലാക്കുന്ന, ആളുകളെ സ്നേഹിക്കുന്ന, ആളുകളെ നമ്മൾ അംഗീകരിക്കുന്ന, ആളുകളിൽ നിന്ന് സ്നേഹം സ്വീകരിക്കുന്ന 3 രീതികളുണ്ട്. പഠന സംബന്ധമായി അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ്സിലേക്ക് പോകുന്ന സമയത്ത് ഇതിന് പറയുന്നത് ലേണിംഗ് സ്റ്റൈൽ എന്നാണ് പറയുക. പഠന രീതികൾ, 3 പഠന രീതികളുണ്ട്. നമ്മുടെ പൊതു സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് ഇതിന് റെപ്രസെന്റേഷണൽ സിസ്റ്റം എന്ന് പറയും. റെപ്രസെന്റേഷണൽ സിസ്റ്റം, ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മൾ എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാകും. ഈ 3 സിസ്റ്റവും എല്ലാവരിലും ഉണ്ട്. അതിൽ ഒന്ന് എന്തായിരിക്കും? പ്രൈമറി റെപ്രസെന്റേഷണൽ സിസ്റ്റം ആയിരിക്കും. എന്ന് വെച്ചാൽ 3 രീതിയിൽ സ്നേഹം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ 3 രീതിയിൽ നമ്മളെ എല്ലാവരെയും സ്നേഹിക്കുന്നത് ഇഷ്ടമാണ്. എന്നാൽ ഈ 3-ൽ ഒന്ന് പ്രയോറിറ്റി ആയിരിക്കും. എന്നെ കേൾക്കണേ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി അറിഞ്ഞിരിക്കേണ്ട ടൂളാണ്. നമുക്ക് വിശദമായി പറയാൻ സമയമല്ല. താല്പര്യമുള്ള ആളുകൾ, ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ആളുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്റെ DLDM പോലുള്ള കോഴ്സുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യാം? നിങ്ങൾ പഠിക്കണമെങ്കിൽ പഠിക്കാം. ഞാൻ പറയുന്നത് 3 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എല്ലാവരും ഓരോ കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അനിഷ്ടമുണ്ടാവുന്നുണ്ട്, എല്ലാം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ സ്നേഹം 3 രീതിയിൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. എന്റെ പ്രൈമറി സിസ്റ്റം ആയിരിക്കില്ല എന്റെ ഭാര്യയുടേത്. ചിലപ്പോൾ എന്റെ പ്രൈമറി സിസ്റ്റം ഏതാണോ അതായിരിക്കില്ല എന്റെ മോളുടേത്. ഇവിടെ എന്താ പ്രശ്നം? എന്റെ പ്രൈമറി സിസ്റ്റം ഏതാണോ ആ പ്രൈമറി സിസ്റ്റത്തിലായിരിക്കും ഞാൻ സ്നേഹം കൊടുക്കുന്നതും, ഞാൻ പഠിപ്പിക്കുന്നതും, അവളെ ഇരുത്തുന്നതും, അവളെ വായിപ്പിക്കുന്നതും, എഴുതിക്കുന്നതും, യാത്ര ചെയ്യുന്നതും, ആളുകളെ ഞാൻ സംസാരിക്കുന്നതും ഇടപഴകുന്നതും എല്ലാം ആ സിസ്റ്റത്തിലായിരിക്കും. എന്റെ പ്രൈമറി സിസ്റ്റം അല്ല എന്റെ ഭാര്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ പ്രൈമറി സിസ്റ്റം എനിക്ക് അത്ര വലിയ കാര്യമായി തോന്നുമോ? തോന്നില്ല. അപ്പോൾ അവള് ഭയങ്കര ജോറായിട്ട് സ്നേഹം വാരിക്കോരി തരുന്നുണ്ട് അവളുടെ പ്രൈമറി സിസ്റ്റത്തിൽ. അതെനിക്ക് സ്നേഹമായി തോന്നുമോ? തോന്നില്ല. ഡോക്ടർ ഗാരി ചാപ്മാൻ പറയുന്നുണ്ട് സ്നേഹത്തിന് 5 ഭാഷകളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. 5 രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ 5 രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കും എനിക്ക് പ്രയോറിറ്റി ഉള്ളത്. ഈ പ്രയോറിറ്റി ഉള്ള സിസ്റ്റത്തിലല്ല എന്റെ ഭാര്യ സ്നേഹം തരുന്നതെങ്കിൽ ഞാൻ എന്താ പറയാ? കല്യാണം കഴിഞ്ഞ് 10 കൊല്ലമായി ഉണ്ടാവും, മക്കള് 10 മക്കള് 3 ആയിട്ടുണ്ട്, അല്ലെ 4 ആയിട്ടുണ്ട്. പക്ഷേ എന്തായിരിക്കും? കല്യാണം കഴിഞ്ഞ് ചില ആൾക്കാർ പറയുന്നത് കണ്ടിട്ടുണ്ടാവും, കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ 10 കൊല്ലമായി കല്യാണം കഴിഞ്ഞ്, ഇത്ര കാലം എന്റെ കാക്കന്റെ ഭാഗത്തുനിന്ന് അല്ലെ കെട്ടിയവന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു വർത്താനം അല്ലെങ്കിൽ ഒരു സ്നേഹത്തിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പറയും. അല്ലെ എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് ഭാര്യ പറയും. ഇതേ കെട്ടിയവനോട് ചോദിച്ചാൽ അയാൾ ഖുർആനൊക്കെ വെച്ചിട്ട് സത്യം ചെയ്തിട്ട് പറയും. എന്ത് പറയും? പടച്ചോൻ സത്യം, ദൈവം സത്യം, ഞാൻ അവളെ പൊന്നുപോലെയാണ് നോക്കിയത്. എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങളെല്ലാരും? ഇത് കുറെ കുടുംബങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ്. എന്താ പ്രശ്നം? ഇവിടെ ഈ ലാംഗ്വേജിലുള്ള മിസ്മാച്ചിങ് ആണ്. ലാംഗ്വേജസ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ 5 ഭാഷകളും അതിന്റെ രഹസ്യങ്ങളും അതിന്റെ സീക്രട്ടുകളും അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ലാംഗ്വേജസ് ഓഫ് ലവ് എന്ന പ്രോഗ്രാം നമ്മൾ നടത്താറുണ്ട്. അതിന്റെ പോസ്റ്ററൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ പറയുന്നത് അതവിടെ നിൽക്കട്ടെ. 3 ലേണിംഗ് സ്റ്റൈലിനെ കുറിച്ച് പറയാം. ഓക്കെ, പെരുമാറ്റ രീതികളാണ് പറഞ്ഞ കുറെ പറയാനുണ്ടാവും, അതിലേക്ക് പോകുന്നില്ല. ഇത് മനസ്സിലാക്കൽ നിർബന്ധം. ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? നമ്മൾ കാലാകാലം പറഞ്ഞുകൊണ്ടിരിക്കും എന്നോട് കെട്ടിയവന് സ്നേഹമല്ല, അല്ല എന്റെ മക്കൾ സ്നേഹമല്ല. മക്കള് നമ്മളെ കുറിച്ച് പരാതി പറയും, ആ ഉമ്മക്ക് എന്നോട് സ്നേഹമില്ല എന്ന്. കാരണം എന്താണ്? നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമ്മുടെ സ്റ്റൈലിലുള്ളതായിരിക്കും, നമ്മുടെ റെപ്രസെന്റേഷൻ സിസ്റ്റം അനുസരിച്ചായിരിക്കും. എന്റെ മോൾ എന്റെ സിസ്റ്റത്തിലല്ല, എന്റെ മോൾ എന്റെ റെപ്രസെന്റേഷൻ സിസ്റ്റം അല്ല, അവളുടെ സ്റ്റൈല് വേറെയാണ് എങ്കിൽ ഞാൻ എത്ര സ്നേഹം കൊടുത്താലും അത് അവൾക്ക് വലിയ കാര്യമായി തോന്നുമോ? ചെറിയ സ്നേഹമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, അത് വലിയ സ്നേഹമായി തോന്നുമോ? തോന്നൂല. എന്റെ മോള് തിരിച്ചെന്നോട് ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കും. അത് ഏത് രീതിയിലാ? അവളുടെ സിസ്റ്റം അനുസരിച്ചാ പ്രകടിപ്പിക്കുക. എന്റെ സിസ്റ്റം അല്ലെങ്കിൽ അവിടെ മിസ്മാച്ചിങ് ഉണ്ടാകും. അത് എനിക്ക് അത്ര വലിയ കാര്യമായി തോന്നൂല. എന്റെ മോൻ എന്റെ സിസ്റ്റത്തിലുള്ള ആളാണെന്ന് കരുതുക. അവൻ എന്തായിരിക്കും? എന്നോട് സംസാരിക്കുക ഇടപഴകുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? എന്റെ സിസ്റ്റത്തിലുള്ള ആളാ. അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? റാപ്പോ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്താ പറയാ? മോന് നല്ല സ്നേഹമാണ്, മോൾ അങ്ങനെയല്ല, ഓളൊരു അത്ര ഒരു ഇതല്ല സ്നേഹം പ്രകടിപ്പിക്കാൻ. സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല?
ഞമ്മക്കത് തിരിയുന്നില്ല. ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിച്ചതുപോലെ ആയിരിക്കും. അപ്പൊ അതേപോലെ നമ്മൾക്ക് സ്നേഹം ഉണ്ടാക്കുന്ന, എന്നെ കേൾക്കണേ, നമ്മുടെ കുട്ടികൾക്ക് സ്നേഹം ഉണ്ടാക്കുന്ന, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന, നമ്മുടെ കുട്ടികൾ പുസ്തകത്തിൽ നിന്ന് പഠിച്ചെടുക്കുന്ന, സ്കൂളിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ 3 രീതിയിൽ ഉണ്ടാകും. 3 രീതിയിലും മക്കൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് പറയുന്നത് വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. പഠന സംബന്ധമായി നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് കണ്ടു പഠിക്കുക, കേട്ട് പഠിക്കുക, ചെയ്തു പഠിക്കുക. എന്നെ മനസ്സിലാവുന്നുണ്ടോ? കണ്ടു പഠിക്കുക, കേട്ട് പഠിക്കുക, അല്ലെ അനുഭവം, അല്ലെ ചെയ്തു പഠിക്കുക എന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഈ വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക്. കണ്ട് ഇഷ്ടപ്പെടുന്നവർ, കണ്ടു പഠിക്കുന്നവർ, കാഴ്ചയിലൂടെ, കാഴ്ചാ വൈവിധ്യങ്ങളിലൂടെ, നിറങ്ങളിലൂടെ, കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വലിപ്പം, ചെറുപ്പം, ഇതിനെല്ലാം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു വിഭാഗമാണ് എന്ത്? വിഷ്വൽ എന്ന വിഭാഗം. വിഷ്വലും ഓഡിറ്ററിയും കിനസ്തെറ്റിക്കും 3 രീതിയും എല്ലാവരിലും ഉണ്ടാകും. പക്ഷെ ഈ 3-ൽ 1 ഡോമിനേറ്റ് ആയിരിക്കും, പ്രൈമറി സിസ്റ്റം ആയിരിക്കും. അപ്പൊ എന്താണ്? കണ്ടുപഠിക്കുന്നവർ, കാഴ്ചയിലൂടെ പഠിക്കുന്ന മക്കൾ, വായിച്ചു പഠിക്കുന്ന മക്കൾ, നിറങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്ന മക്കൾ, സ്കെച്ച് പെന്നുകളെ ഇഷ്ടപ്പെടുന്ന മക്കൾ, വലുതായി എഴുതിയിട്ട് പഠിക്കുന്ന മക്കൾ, ഇതെല്ലാം. അതേപോലെ ടെക്സ്റ്റ് ബുക്കുകൾ, അതിലെ ഇമേജുകൾ, ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വരച്ചിട്ട് പഠിക്കുന്ന, ഓക്കെ, കളർ പെന്നുകൾ, കളർ പെൻസിലുകൾ, കളർ ചോക്കുകൾ, ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് വിഷ്വൽ എന്ന ഒരു കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്നാൽ ഓഡിറ്ററി ആണ്. പഠനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവരെ ഇഷ്ടം എന്തായിരിക്കും? ഓഡിറ്ററി. ഇവർ കേട്ട് പഠിക്കുന്നവരാണ്, വായിച്ചു പഠിക്കുന്നവരാണ്, ഉറക്ക വായിച്ചു പഠിക്കുന്നവരാണ്, ശബ്ദങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്, ശബ്ദങ്ങളെ താലോലിക്കുന്നവരാണ്, ശബ്ദ വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്, താളങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്, ശബ്ദങ്ങൾക്ക് താളമുണ്ടാക്കുന്നത്, ഈണമുണ്ടാക്കുന്നത്, ഗദ്യരൂപത്തിലുള്ളത് പദ്യരൂപത്തിലാക്കി പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവർക്ക് കേട്ട് പഠിക്കണം, ഇവർക്ക് വായിച്ചു പഠിക്കണം, ഇവര് ഉറക്കെ വായിച്ചു പഠിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണ്. നേരത്തെയുള്ള, എന്നെ കേൾക്കണേ, വിഷ്വൽ എന്ന കാറ്റഗറിയിലുള്ള കുട്ടിയാണെങ്കിൽ അവരെന്തായിരിക്കും അവനിഷ്ടം? അവന് ശബ്ദം കുറച്ച് വായിക്കുന്നതായിരിക്കും. ശബ്ദം കുറച്ച് വായിച്ച് പഠിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം ഉണ്ടാവുക. ഓഡിറ്ററി കാറ്റഗറിയിലുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് ശബ്ദം കൂട്ടി വായിക്കുന്നതാണ് ഇഷ്ടം ഉണ്ടാവുക. നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ മോൾക്ക് പഠിച്ചിട്ട് തലേ കയറുന്നില്ല, മോന് പഠിച്ചിട്ട് തലേ കയറുന്നില്ല, 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പഠിച്ചിട്ട് തലേ കയറുന്നില്ല. തൻ്റേതല്ലാത്ത സിസ്റ്റത്തിലായിരിക്കും ഒരു പക്ഷെ പഠിക്കുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവോ? മനസ്സിലാക്കി തരാം. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഓഡിറ്ററി ടൈപ്പിലുള്ള അമ്മയാണെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഓഡിറ്ററി ടൈപ്പിലുള്ള അമ്മയാണ്. നിങ്ങൾക്ക് ഉറക്കെ വായിക്കുന്നതോ ശബ്ദം കുറച്ച് വായിക്കുന്നതോ നിങ്ങൾക്ക് ഇഷ്ടം ഏതായിരിക്കും? മൈക്ക് അൺമ്യൂട്ട് ചെയ്തോളൂ. വേറെ ആരൊക്കെയോ ഇടയ്ക്ക് കയറിയിട്ട് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. പ്രശ്നം. നിങ്ങൾക്ക് ഏതായിരിക്കും ഇഷ്ടം? നിങ്ങൾക്ക് ഉറക്കെ വായിക്കുന്നതോ അല്ലെങ്കിൽ ശബ്ദം കുറച്ച് വായിക്കുന്നതോ? ഏതാണ് ഇഷ്ടം? നിങ്ങളൊരു ഓഡിറ്ററി കാറ്റഗറിയിലുള്ള ആളാണെങ്കിൽ ഉറക്കെ വായിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാവുക. ഓക്കെ, ഇനിയാണ് അടി. നിങ്ങളെ മോള് വിഷ്വൽ കാറ്റഗറിയിലാണ്. ഇവൾക്ക് ഇങ്ങനെ ഒതുങ്ങി ഇരുന്നിട്ട് എന്ത് ചെയ്യണം? അല്ലെ അടച്ചിട്ട മുറിയൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അവൾ ഇങ്ങനെ ശബ്ദം കുറച്ച് ശ്രദ്ധയോടെ വായിച്ചുകൊണ്ടിരിക്കുക. ഉമ്മ ഓഡിറ്ററിയാണ്. അപ്പൊ ഉമ്മ പറയും, എന്താ പറയാ? മോളെ, നീ വായിച്ചതാ എനിക്കിവിടെ കിച്ചണിൽ കേൾക്കണം കേട്ടോ എന്ന് പറയും. അപ്പൊ അവൾ ആർക്ക് വേണ്ടിയിട്ട് ഉറക്ക വായിക്കുകയാണ്? അമ്മയ്ക്ക് വേണ്ടി ഉറക്ക വായിക്കുകയാണ്. അടുത്ത അമ്മയുടെ ഡയലോഗ്, മോളെ, ഉറക്ക വായിച്ചാലേ, ശബ്ദം കൂട്ടി വായിച്ചാലേ മനസ്സിലാകുള്ളൂ. ആർക്ക് മനസ്സിലാകുള്ളൂ? അമ്മക്ക്. അമ്മക്ക്. അതിനാണ് മോളോട് ഉറക്ക വായിക്കാൻ പറയുന്നത്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉറക്ക വായിച്ചാലാണോ മനസ്സിലാവുക കൂടുതൽ? അല്ല, ഉറക്ക വായിച്ചാലേ മനസ്സിലാകൂ എന്ന സൈക്കോളജിയാണ് ആരോട് പറയുന്നത്? അമ്മ പറയുന്നത്, മോളോട് പറയുന്നത്. ഇനി അടുത്ത വേറെ ഒരു അടി. ഇത് തിരിച്ചാണെന്ന് സങ്കല്പിക്കാം. അമ്മ വിഷ്വലാണ്. കുട്ടി ഇങ്ങനെ ഉറക്ക വായിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തോ തിയറി ഒക്കെ ആയിരിക്കും. ഇങ്ങനെ ഉറക്ക വായിക്കുന്നുണ്ട്. അമ്മക്ക് ഈ ഉറക്ക വായിക്കുന്നത് ഇഷ്ടപ്പെടുവോ? അമ്മയുടെ പ്രകൃതിയാണോ ഇത്? അമ്മ വിഷ്വലാണെങ്കിൽ അല്ല. അമ്മ അടുത്ത ഡയലോഗ് മോളോട് പറയും, മോളെ, ഒന്ന് മനസ്സിരുത്തി വായിക്കും മോളെ, മെല്ലെ വായിക്കും, ഇങ്ങനെ ഉറക്ക കലകലകലകലാന്ന് ചെല്ലാതെ ഒന്ന് പതുക്കെ വായിക്കും, ശബ്ദം കുറച്ച് വായിക്ക്, മനസ്സിരുത്തി വായിക്ക്, എന്നാലേ
പറയൂ. മിണ്ടതില്ല നിങ്ങള്, എന്നാ പിന്നെ നിർത്തുക. അടുത്ത പോയിന്റ് പറയൂല. അടുത്ത പോയിന്റ് അടുത്ത പാരന്റിംഗിൽ. എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല ഇതിൽ തന്നെ പറയണമെന്ന്. അടുത്തതിലേ പറയുള്ളൂ ഉറപ്പായിട്ടും. എന്താണ്? നാളെ ആർക്ക് മനസ്സിലാവുന്ന്? അമ്മക്ക് മനസ്സിലാവുന്നു. അമ്മക്ക് മനസ്സിലാവുന്ന രീതിയാണ് മക്കളെ പഠിപ്പിക്കുന്നത്. പിന്നെ മക്കൾക്ക് തലേ കയറുവോ? എവർ മനസ്സിലായോ? അതേപോലെ ഇതെന്താണ്? ഇത് ഓഡിറ്ററി കാറ്റഗറിയുള്ള ആള്. അപ്പൊ ഇവർക്ക് എന്താണ്? ഇവർക്ക് ഉറക്ക വായിക്കാൻ ഇഷ്ടമാണ്. അമ്മ വിഷ്വൽ ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ നിങ്ങളെ കുട്ടി വായിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റം കുട്ടീന്റെ സിസ്റ്റത്തിലായിരിക്കോ? അല്ല, എന്ന് മാറിയിട്ടുണ്ടാവും. 1ാം ക്ലാസ് എന്ന് മാറിക്കിടക്കുക. കാരണം 1ാം ക്ലാസ് എന്ത് ചെയ്യും? ഉറക്ക വായിക്കുമോനെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? കുട്ടി ഉറക്ക വായിച്ചു. കാരണം കുട്ടിയുടെ സ്റ്റൈൽ അല്ലായിരുന്നു. കുട്ടിക്ക് മാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള, കുട്ടിയുടെ മനസ്സിന് ഇണങ്ങിയ സിസ്റ്റത്തിലല്ല. ഇത് ഒരു ടൂളാ ഞാൻ ഈ പറയുന്നത്, ഒറ്റ ടൂളാ. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് കൊണ്ട് പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? അവരെ മോട്ടിവേറ്റ് ചെയ്യാം. ഇനി അടുത്തത്, ഇപ്പം ഓഡിറ്ററി ആണ് നമ്മൾ പറഞ്ഞത്. കിനസ്തെറ്റിക് എന്നൊരു കാറ്റഗറി ഉണ്ട്, 3ാമത്തെ കാറ്റഗറി. അവർക്ക് ചെയ്ത് പഠിക്കണം. എന്നെ കേൾക്കണേ. പല പാരന്റ്സിനും എന്ത് ചെയ്യും? ഭയങ്കര ചൊറിച്ചിൽ എന്നൊക്കെ പറയാം ഉണ്ടാവുന്ന ഒരു ഏരിയ ആണ് ഈ കിനസ്തെറ്റിക് കാറ്റഗറിയുള്ള കുട്ടികൾ. ഇവർ മൂവ്മെന്റ് ആണ് ഇവരുടെ വീക്ക്നെസ്. ഇവർക്ക് എനർജി വിഷ്വലിന് എങ്ങനെയാ എനർജി വരിക? സന്തോഷം വരിക, ഇഷ്ടം വരിക? ഏതിലൂടെയാണ്? കാഴ്ചയിലൂടെയാണ്, കണ്ടിട്ടാണ്. ഓഡിറ്ററിക്ക് എങ്ങനെയാ ഇഷ്ടം വരിക, സന്തോഷം വരിക, സ്നേഹം തോന്നുക? എന്തിലൂടെയാണ്? കേൾവിയിലൂടെയാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ മനസ്സിലാക്കണം. ദാമ്പത്യത്തിലൊക്കെ ഭയങ്കര പ്രാധാന്യമുള്ള സംഭവമാണ്. നിങ്ങൾ കണ്ടിട്ടില്ല ചില ഇണകളൊക്കെ ഹസ്ബൻഡ് ഭയങ്കര കറുത്തിട്ടായിരിക്കും, ഭാര്യ ഭയങ്കര വെളുത്തിട്ട്. വെളുപ്പൊന്നും അല്ല സൗന്ദര്യം, അത് വേറെ കാര്യം. എന്നാലും നാട്ടുകാർ പറയുന്നത് സൗന്ദര്യം എന്ന് പറയല്ലോ. ഒരു കാണാൻ ഭയങ്കര സുന്ദരിയായിരിക്കും. ആണിനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഇരുനിറം അല്ലെ കറുപ്പ് എന്നൊക്കെ പറയും. അങ്ങനെയായിരിക്കും. ആൾക്കാർ വരും, ഇത് രണ്ടാളും തമ്മിൽ തീരെ മാച്ചില്ല പറയില്ലേ? ഇല്ലാന്ന് പറയും. ഇവര് മാച്ച് ഉണ്ടോ അല്ലേ ഉള്ളത്? ഇവര് മാച്ച് ഇല്ലാതെ ഇവരെങ്ങനെ ഒന്നിച്ചു? ഇവര് നല്ല മാച്ചുള്ള ആളുകളാ. ഇവര് വിഷ്വലി മാച്ച് ഇല്ല എന്നാണ് ആര് പറയുന്നത്? നമ്മൾ പറയുന്നത്. അവരെങ്ങനെ മാച്ച് ആയത്? എങ്ങനെയാണ്? അവള് വീണത് എങ്ങനെയാണ്? എങ്ങനെയാ? ആരും മിണ്ടുന്നില്ല. സ്വഭാവം നോക്കിയിട്ട് എന്നല്ലേ നമ്മളിപ്പോ പറഞ്ഞത്? ഓഡിറ്ററി നമ്മൾ പറഞ്ഞത്. അതെങ്ങനെയാ വീണത്? എൻ്റെ ഓളങ്ങനെ എന്നോട് പറഞ്ഞത്. നിങ്ങളെ വർത്താനത്തിലാണ് ഞാൻ വീണു പോയത്. അത് കേട്ടപ്പോ സങ്കടം ഉണ്ടായിരുന്നു. ഷോ കാണാനത്തൊന്നും പോരല്ലേ. ഇപ്പൊ ഓക്കെ മനസ്സിലാവുന്നുണ്ട്. ഓഡിറ്ററി ആണോ അല്ല കേട്ടോ പറയുന്നത്. അതിലെന്താ സംഭവിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ ആ കപ്പിൾസ് അവരിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ എന്താണ്? അവർ രണ്ടുപേരും മാച്ച് ആയത് എങ്ങനെയാണ്? അവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? സിങ്ക് ആയത് എങ്ങനെയാണ്? രണ്ടാളും ഓഡിറ്ററിക്കാരാണ്. ഒരാളെ നിറം വെളുപ്പ്, മറ്റത് കറുപ്പ്, അതല്ല ഇവിടെ. ഇവർ രണ്ടുപേരും എന്താണ്? ഓഡിറ്ററി ആയിരുന്നു. സംസാരം ഇഷ്ടപ്പെടുന്നവരായിരുന്നു. ഇയാൾ നല്ല സംസാരിക്കുന്നവനായിരുന്നു. അതുകൊണ്ട് അവൾക്കും ആ സംസാരം ഇഷ്ടപ്പെട്ടു. ആ സംസാരത്തിലുള്ള ഒരു പ്രത്യേകമായ താളമായിരിക്കാം, അല്ലെ ആ സംസാരത്തിന്റെ ടോൺ ആയിരിക്കാം, അത്തരം കാര്യങ്ങളായിരിക്കാം. എന്നെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതാണ് ഓഡിറ്ററി. കിനസ്തെറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് ഇവരെന്താണ്? ഇവര് ചെയ്തു പഠിക്കുക, അനുഭവങ്ങൾക്ക് പ്രാധാന്യമുള്ളവർ, ഫീലിങ്സിന് പ്രാധാന്യമുള്ളവർ, എമോഷൻസിന് പ്രാധാന്യമുള്ളവർ, ഭയങ്കര സങ്കടക്കാരായിരിക്കും, ഭയങ്കര സന്തോഷക്കാരായിരിക്കും. അങ്ങനെയുള്ള ഒരു ടീമാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുന്നതിന് സമമായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവരെന്ത് ചെയ്യും? അടങ്ങി ഇരുന്ന് പഠിക്കോ? ഇല്ല. അവരെങ്ങനെയാ പഠിക്കുക? ഒരു ചിലപ്പോ നടന്നായിരിക്കും പഠിക്കുക, അല്ലെങ്കിൽ അവര് ചിലപ്പോ നടന്നായിരിക്കും പഠിക്കുക. മിനിറ്റ്, സോറി. യെസ്. അപ്പോ ഇവരെന്താണ്? എങ്ങനെയാ പഠിക്കുന്നത്? നടന്നായിരിക്കും പഠിക്കുന്നത്. അപ്പൊ കിനസ്തെറ്റിക് എന്ത് ചെയ്യാം? നടന്നു പഠിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു, ഒന്ന് സ്വസ്ഥമായി ഒതുങ്ങിയിരുന്ന് പഠിക്കുന്ന ഇഷ്ടമാണോ? നമുക്കത് പ്രൊമോട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇനി അതല്ല, ശബ്ദം കുറച്ച് ഉയർത്തിയിട്ട് ഇങ്ങനെ വായിക്കാണോ? വായിച്ചോട്ടെ. താള രൂപത്തിലാക്കിയിട്ട് വായിക്കാണോ? വായിച്ചോട്ടെ. പാട്ട് രൂപത്തിലാക്കിയിട്ട് വായിക്കാണോ? വായിച്ചോട്ടെ. ഓക്കെ. മിമിക്രി രൂപത്തിലാക്കിയിട്ട് വായിക്കാണോ? വായിച്ചോട്ടെ.
ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ ടീച്ചറും കുട്ടിയുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ അഭിനയിച്ചുകൊണ്ട് പഠിക്കുകയാണോ? പഠിച്ചോട്ടെ. നമ്മുടെ ലക്ഷ്യം എന്ത് മാത്രമാണ്? കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് മാത്രമാണ്? കുട്ടികൾ പഠിക്കണം. കുട്ടികൾ പഠിക്കണം. മോനെ ഇരുന്നാണോ പഠിക്കുന്നത് മോനെ? നടന്നാണോ പഠിക്കുന്നത് മോനെ? അല്ലെങ്കിൽ സൗണ്ട് കൂട്ടിയാണോ പഠിക്കുന്നത് മോനെ? ഒന്നും ചോദിക്കേണ്ട. കിടന്ന് പഠിക്കുകയാണെങ്കിൽ തലേ കയറൂല. കിടന്ന് പഠിച്ചാൽ 60% കണ്ടന്റുകളും ലാപ്സ് ആയി പോകും. തലേ കയറുന്നു തോന്നും, പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്യും. കിടന്ന് പഠിക്കാൻ അനുവദിക്കരുത്. മെത്തയിൽ കിടന്നുകൊണ്ട് പഠിക്കാൻ അനുവദിക്കരുത്. മെത്തയിൽ ഇരുന്നു കൊണ്ടും പഠിക്കാൻ അനുവദിക്കരുത്. കാരണം എന്താ? മെത്തയിൽ ഇരുന്നാൽ എന്തിനു തോന്നും? കിടക്കാൻ തോന്നും. കിടക്കാൻ തോന്നും. കിടന്നാല് പിന്നെ തോന്നണമെന്നില്ല, ഉറങ്ങാൻ തോന്നും. ഉറങ്ങാൻ തോന്നണത് ഉറങ്ങിണ്ടാവും. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കിനസ്തെറ്റിക് കാറ്റഗറിയിലുള്ള കുട്ടികൾ എന്ത് ചെയ്യും? നടക്കും. ഇനി നടന്നിട്ടില്ലെങ്കിലും അവർക്ക് എന്ത് ചെയ്യണം? ഇരുന്നിടത്ത് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ആടും. ആടും. അപ്പൊ ആടുമ്പോ ഒരു വിഷ്വൽ ആയിട്ടുള്ള അമ്മയൊക്കെ ആണെങ്കിൽ ആ അമ്മക്ക് തോന്നുക കുട്ടി ആടുന്നതായിട്ടല്ല തോന്നുക. അമ്മക്ക് എന്താ തോന്നുക? അമ്മക്ക് എന്താ തോന്നുക? ലോകം മുഴുവൻ ഇങ്ങനെ ആടുന്ന മാതിരിയാ തോന്നുക. മനസ്സിലായില്ലേ? മോനെ ഒന്ന് അടങ്ങിയിരിക്കും മോനെ. അടങ്ങിയിരിക്കാൻ കുട്ടി അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് ആടുന്നേ ഉള്ളു. എന്താ പ്രശ്നം? അല്ലെ കുട്ടികൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിലേക്ക് കുട്ടിയുടെ നോട്ടം പോവുകയോ ശ്രദ്ധ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മനസ്സിലാവൂല, പഠിക്കുന്ന കാര്യം മനസ്സിലാവില്ല. അതേസമയം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ആ ടേബിളിന്റെ സൈഡിൽ ഇങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വായിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പ്രശ്നമല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അല്ലെ കൈ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ പൊട്ടിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. കൈ ഇങ്ങനെ അല്ലേ, ഇങ്ങനെ ചെയ്യാറില്ലേ? അപ്പൊ മോനെ ഒന്ന് അടങ്ങിയിരിക്കും മോനെ, കൈ ഒന്ന് ഇളക്കാതെ. ഈ ചില മക്കൾ ഇങ്ങനെ കാലാട്ടും. അപ്പൊ ഈ ഉമ്മമാരുടെ ഒരു ഡയലോഗ് ഉണ്ട്, മോനെ കാലാട്ടല്ല മോനെ, വാപ്പ മരിച്ചു പോകും. അങ്ങനെ പറയില്ലായിരുന്നോ? ഞാനൊക്കെ പണ്ട് കേൾക്കുന്ന സംഭവമാണ്, എന്റെ ഉമ്മ പറഞ്ഞതല്ല, അങ്ങനെ പൊതുവിൽ വരുന്നുണ്ടായിരുന്നു. കാലാട്ടിയാൽ എന്താ? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ? ഒന്നും സംഭവിക്കും. കുട്ടി പഠിക്കുന്നുണ്ടോ? പഠിക്കട്ടെ. അവൻ ആടിക്കൊണ്ട് പഠിക്കട്ടെ, ഉറക്ക വായിച്ചുകൊണ്ട് പഠിക്കട്ടെ, പാടിക്കൊണ്ട് പഠിക്കട്ടെ, നടന്നുകൊണ്ട് പഠിക്കട്ടെ. കിനസ്തെറ്റിക് ആയിരുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ കുട്ടികളെ ഒരേ സ്ഥലത്ത് തന്നെ ഇരുത്തി പഠിപ്പിക്കാൻ നോക്കണ്ട. അവന് സ്ഥലം മാറി മാറി ഇരിക്കാൻ ഇഷ്ടമാണെങ്കിൽ അതിന് അനുവദിക്കുക. നമ്മളെ ഗോൾ എന്താണ്? മക്കൾ പഠിക്കുക. മക്കൾ പഠിക്കുക. ഉമ്മന്റെ വാശിയും ഇതും തീർക്കാനുള്ളതല്ല. ആടെ അടങ്ങിയിരുന്ന് പഠിക്കും, ഇവിടുന്ന് പഠിക്കും, എങ്ങോട്ട് പോയാലും ഇവിടെ ഇല്ല. കുട്ടിയെ എവിടെ ഇരുന്ന് പഠിച്ചാലും പഠിക്കുന്നുണ്ടോ നോക്കുക. ഉമ്മ ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചോളാം അമ്മ, എനിക്ക് മനസ്സിലാവും. ഓക്കെ, പഠിക്കുന്നുണ്ടോ നോക്കുക. ചില കുട്ടികൾ TV ഒക്കെ കണ്ടോണ്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്ക് ഒക്കെ നടത്തും. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞ അതല്ല കേട്ടോ. അതല്ലാതെ ശ്രദ്ധയൊന്നും തെറ്റില്ല. അവനൊന്ന് മാറിയിരുന്ന് പഠിക്കണം, സ്വസ്ഥമായി ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്ന് പഠിക്കണം. അതിനൊക്കെ ഒന്ന് അലോ ചെയ്യാം. ഓക്കെ. ഇനി വേറെ ചില കുട്ടികളുണ്ട്, അടുത്ത അടി ഉണ്ടാവും. നിങ്ങളിപ്പോ പറയും ഒരു അടി ഉണ്ടാവാൻ പോവാണ്. എന്താണെന്നറിയോ? ഈ കുറച്ച് ഉയർന്ന ക്ലാസ്സുകളിലെ കുട്ടികളിലാണ് പൊതുവിൽ ഇത് കാണുക. 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന അല്ലെ SSLCക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരിക്കും. +2 ഡിഗ്രി PG അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ പോലും ഈ മ്യൂസിക് കേട്ടോണ്ട് പഠിക്കുന്നത് കാണാം. തലേ കയറുമോ? അങ്ങനെ പഠിക്കുകയും റെക്കോർഡ് ചെയ്തൊക്കെ ചെയ്യുന്നത് കാണാം. അല്ല, മ്യൂസിക് ഇങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? പാട്ടും കേട്ടിട്ട് ഇങ്ങനെ പഠിച്ചാൽ തലേ കയറുമോ? കയറുമോ? കേറും ഇല്ലാന്നോ? വേഗം പറയൂ, നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കേറും എന്നും പറയുന്നുണ്ട്, കേറൂല എന്നും പറയുന്നു. മോനെ പാട്ട് കേട്ട് പഠിച്ചാ തലേ കേറൂല മോനെ എന്നാര് പറയും? വിഷ്വലായ അമ്മ പറയും, കിനസ്തെറ്റിക് ആയ അമ്മ പറയും, അല്ലെങ്കിൽ ആരോ പറഞ്ഞ് പഠിപ്പിച്ചത് കേട്ട അമ്മയും പറയും. ഓഡിറ്ററി ആയ അമ്മയാണെങ്കിലും ആരോ പറഞ്ഞ് പഠിപ്പിച്ചത് കേട്ടിട്ട് പറയും. ഒരു കാര്യം മനസ്സിലാക്കുക, ഓഡിറ്ററി ആയ ആളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ ഏതാണ്? കേൾക്കുക. കേൾവിയാണ്. ഓർഗൻ, ശരീരാവയവം ഏതാണ്? കാതാണ്. യെസ്. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ശ്രദ്ധ തെറ്റിക്കുന്ന ഘടകം ഏതാണ്? കേൾവിയാണ്.
അതായത് വിഷ്വലായ കുട്ടിയും ഓഡിറ്ററി ആയ കുട്ടിയും കെനസ്തെറ്റിക് ആയ കുട്ടിയും ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടിന്റെ മുറ്റത്തുകൂടെ ആരോ നടന്നു പോകുന്നു, അവര് സംസാരിക്കുന്നു. വിഷ്വലായ കുട്ടിയുടെയോ ഓഡിറ്ററി ആയ കുട്ടിയുടെ കെനസ്തെറ്റിക് ആയ കുട്ടിയുടെ ആരെ ശ്രദ്ധയാണ് വേഗം ആ സൗണ്ടിലേക്ക് പോവുക? ഓഡിറ്ററി. ഓഡിറ്ററി. ആരെ ശ്രദ്ധയാണ് വേഗം തെറ്റിയത്? ഓഡിറ്ററിയുടെ. പുറത്തൂടെ ഒരു കോഴി നടന്നു പോകുന്നുണ്ട്, കൂകുന്നുണ്ട്, ശ്രദ്ധ അങ്ങോട്ട് പോയി. അമ്മയും അടുത്ത അയൽവാസി സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്, ശ്രദ്ധ അങ്ങോട്ട് പോയി. എന്നെ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെറിയ ചെറിയ നോയ്സുകൾ വരുന്ന സമയത്ത് പോലും ആ ഡിസ്റ്റർബൻസ് ഉണ്ടാവുകയും ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുകയും ശ്രദ്ധ തെറ്റിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഒരു മ്യൂസിക് ഇങ്ങനെ കേട്ടോണ്ടാണ് ഇവൻ പഠിക്കുന്നത്. ഓക്കെ, മ്യൂസിക് എന്തെങ്കിലും ഒരു മ്യൂസിക് ആയിരിക്കാം, വെസ്റ്റേൺ മ്യൂസിക് ആയിരിക്കാം, ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു പിയാനോ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, അങ്ങനത്തെ ഒരു മ്യൂസിക് ആയിരിക്കാം. മ്യൂസിക് കേട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ പുറത്തു നിന്നുള്ള കോയിന്റെ സൗണ്ട് ഇയാൾ കേൾക്കുമോ? ഇല്ല. പുറത്തുനിന്ന് ആളുകൾ സംസാരിക്കുന്ന സൗണ്ട് ഇയാൾ കേൾക്കുമോ? ഇല്ല. അമ്മയും അടുത്ത സ്ത്രീയും തമ്മിൽ സംസാരിക്കുന്ന ഇയാൾ കേൾക്കുമോ? ഇല്ല. ഡൈനിങ് ഹാളിൽ TV ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടെ TV-യിലുള്ള വോയിസ് ഇയാൾ കേൾക്കുമോ? ഇല്ല. ഇല്ല. അപ്പൊ ഹെഡ്സെറ്റ് വെച്ച് എന്തിനാ പാട്ട് കേൾക്കുന്നത്? പഠിക്കാൻ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാനാണ്. അപ്പൊ പാട്ട് കേട്ടാ തലേ കേറൂല മോനെ എന്ന സൈക്കോളജി ആരുടേതാണ്? വിഷ്വലിന്റെയും കെനസ്തെറ്റിക്കിന്റേതും ആയിരിക്കാം. കേട്ടോ? ഇനി നമ്മൾ തന്നെ ഇതേപോലെ, നിങ്ങളിപ്പോ ഓഡിറ്ററി ആണെന്ന് കരുതുക. നിങ്ങൾ പണ്ട് എന്നോ അങ്ങനെ പാട്ടൊക്കെ കേട്ട് പഠിക്കുമ്പോൾ ഹെഡ്സെറ്റ് എല്ലാം അമ്മ വന്നിട്ട് വലിച്ചെറിഞ്ഞ് ഈ പാട്ട് പഠിക്കുകയാണോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ പഠിക്കുകയാണോ എന്ന് ചോദിച്ച് നിങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളും ആ പോളിസി വിശ്വസിച്ച് നിങ്ങളെ മക്കളിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗോൾ എന്താക്കുക? എൻ്റെ മോൻ പഠിക്കണം, അവൻ ഇരുന്ന് പഠിച്ചോട്ടെ, ആടി പഠിച്ചോട്ടെ, നടന്ന് പഠിച്ചോട്ടെ, ഉറക്കെ വായിച്ച് പഠിച്ചോട്ടെ, ശബ്ദം കുറച്ച് പഠിച്ചോട്ടെ, താളരൂപത്തിലാക്കി പഠിച്ചോട്ടെ, കവിത രൂപത്തിലാക്കി പഠിച്ചോട്ടെ, പാട്ട് സെറ്റ് ചെയ്തിട്ട് പഠിച്ചോട്ടെ, അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെ പഠിച്ചോട്ടെ, അവന് കാലനക്കിയിട്ട് പഠിച്ചോട്ടെ, കൈ അനക്കിയിട്ട് പഠിച്ചോട്ടെ, അവൻ എന്ത് ചെയ്ത് പഠിക്കുകയാണെങ്കിലും ഗോൾ എന്താണ്? നമുക്ക് കുട്ടി പഠിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ഞാൻ പറയുന്നത്, എങ്ങനെ കുട്ടികളുടെ പഠനം മെച്ചപ്പെടുത്താം എന്ന് ചോദിച്ചാൽ വൈവിധ്യമായ രീതികൾ കുട്ടികളെ കൊണ്ട് പരിശീലിപ്പിക്കുക. എനിക്ക് തലേ കയറുന്നില്ല എന്ന് പറയും, മോളെ എന്നാ ഒന്ന് നടന്ന് പഠിച്ചു നോക്ക്, ആ മോളെ നീ ഒന്ന് എഴുതി പഠിച്ചു നോക്ക്, അല്ലെ ഇങ്ങനെ വായുവിൽ ഇങ്ങനെ ഇതാക്കി പഠിച്ചു നോക്ക്, അല്ലെങ്കിൽ മോളെ നീ പിന്നെ അവിടെ ഇരുന്ന് പഠിച്ചു നോക്ക്, ആ മോളെ എന്നാ സ്ഥലം ഒന്ന് മാറി ഇരുന്ന് നോക്കുന്നു. ഇതെല്ലാം ടൂളുകളാണ്. ഇത് മാത്രമല്ല, പരന്നു കിടക്കുകയാണ് ഈ പറഞ്ഞ റെപ്രസെന്റേഷൻ സിസ്റ്റം എന്നത്. ഇത് നമ്മൾ കുട്ടിയുടെ വിഷയം മാത്രമാണ് പറഞ്ഞത്. ഇതേപോലെ എന്തെല്ലാം വിഷയങ്ങൾ നിങ്ങളുടെ ദാമ്പത്യവുമായി ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകും. ഇതിൽ മിസ്മാച്ചിങ് ഉണ്ടെങ്കിൽ തല്ല് തീരുവോ പുരയില്? എത്ര കാലം എങ്ങനെ സ്നേഹിച്ചാലും സ്നേഹമുള്ള ഭാര്യ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുമോ? ഇല്ല. ഇല്ല. അത് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ലവ് ഷോർ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. 27-ാം തീയതി കാലിക്കറ്റ് താമരശ്ശേരിയിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമാണ്. അതിൽ പങ്കെടുക്കുക. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഹാരിസ് കൽത്തറയുടെ സെഷനിൽ ഉണ്ടാവും. അതാരാന്ന് പറയേണ്ടതില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പൊ നേരിട്ട് വരിക, ആ പ്രോഗ്രാം പങ്കെടുക്കുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള സെഷനാണ്. അതിൽ സ്നേഹത്തിന്റെ 5 ഭാഷകൾ നമ്മൾ പറയുന്നുണ്ടാകും. സ്നേഹത്തിന്റെ 5 ഭാഷ വെറുതെ പറയില്ല, നിങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭാഷ കണ്ടെത്താം. മക്കളുടെ സ്നേഹഭാഷ നിങ്ങൾക്ക് സ്വയം അസസ് ചെയ്യാൻ പറ്റും. കെട്ടിയോനും കെട്ടിയോളും തമ്മിൽ എന്നെ എത്രയും കാലം കൊണ്ടെടുക്കുന്ന ഈ അവതാരം ഇത് ഏത് കാറ്റഗറിയിൽ ഉള്ളതാണ്, ഏത് ഇനമാണ്, അങ്ങനെ ഉണ്ടല്ലോ. ഇത് എത്ര കൊടുത്തിട്ടും കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്, സ്നേഹമില്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് സ്നേഹം കിട്ടുന്നില്ല എന്നാണ് നമ്മളും പറയുന്നത്. എന്താണ്? ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, ഇങ്ങോട്ട് കിട്ടുന്നില്ല എന്നല്ലേ. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നൊക്കെ അവിടെ എത്തുന്നുണ്ടോന്നൊന്നും അറിയണ്ടേ? ഇത് ഓട്ടപാത്രത്തിൽ വെള്ളമൊഴിച്ച മാതിരിയാണ് പോയി പോകുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്? ഇങ്ങോട്ടും സ്നേഹം പലയിടത്തും കിട്ടാത്തത്. അപ്പൊ സ്നേഹവും അംഗീകാരവും നേടിയെടുക്കാൻ പഠിക്കേണ്ടതുണ്ട്. പാരന്റിങ് പഠിക്കേണ്ടതുണ്ട്, ദാമ്പത്യം പഠിക്കേണ്ടതുണ്ട്, കുടുംബജീവിതം, റിലേഷൻഷിപ്പ് സൈക്കോളജി പഠിക്കേണ്ടതുണ്ട്. നിങ്ങളെ ജീവിതത്തിൽ ഒരു സംഖ്യ എന്ത് ചെയ്യണം?
നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾക്കാണ്, പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇതൊക്കെ ആളുകൾ നേരത്തെ ചെയ്യുന്നുണ്ട്. അവിടെ ഹാപ്പിനെസ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഹാപ്പിനെസ് മിനിസ്ട്രി ഉണ്ട്, അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ലൈഫ് എഡ്യൂക്കേഷൻ ഉണ്ട്, ലൈഫ് കോച്ചിങ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ്സിലേക്ക് വിളിച്ചാൽ പൈസ എടുത്തിട്ടോ യൂട്യൂബ് കിട്ടൂലേ, പിന്നെ യൂട്യൂബ് പോയി കുത്തിരിക്കട്ടെ ആൾക്കാർ. ക്ലാസ്സേ മോട്ടിവേഷൻ ക്ലാസ്സേ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളുടെ ദാമ്പത്യത്തെ കുറിച്ച് മനസ്സിലാക്കാനും പാരന്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള സീക്രട്ടുകൾ റിവീൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിലാർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? സാറിന് നമ്മളെ ഒരു ഭാഗം മാത്രം കേൾക്കുമ്പോ ഒരു പിന്നെ ഭർത്താവും ഭാര്യയും ഒന്നിച്ച് കേൾക്കണ്ടേ? ഇത് ഭാര്യ മാത്രം എല്ലാം കേട്ട് മനസ്സിലാക്കുക. അതായത് വാട്ട് വി ഗിവ് ഔട്ട് വി ഗെറ്റ് ബാക്ക് എന്നാണ്. നമ്മൾ എന്താ കൊടുക്കുന്നത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നതാണ് ഒന്ന്. രണ്ടാമത് ഈ സ്ട്രോക്ക് അല്ലെങ്കിൽ ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞ സാധനം, കിട്ടേണ്ട സാധനം കിട്ടിയാൽ എന്ത് ചെയ്യും എന്നറിയോ? തിരിച്ചും കിട്ടും ചിലപ്പോ. ഏതുപോലെ ഈ പറയുന്ന ചില ദാമ്പത്യത്തിൽ, നിങ്ങളുടെ അല്ലട്ടോ പറയും, ചില ദാമ്പത്യത്തിലൊക്കെ കെട്ടിയോളോട് സ്നേഹമൊന്നും ഉണ്ടാവില്ല. ഇതേ കക്ഷി തന്നെ വേറെ ചില പെണ്ണുങ്ങളോട് എന്ത് ചെയ്യും? നല്ല സ്നേഹമൊക്കെ കാണിക്കും. അപ്പൊ എന്താ? എന്തായിരിക്കും? അപ്പൊ അവിടെ എന്തുണ്ട്? സ്നേഹത്തിന്റെ മിസ്മാച്ചിങ് സംഭവിച്ചു. കാരണം എന്താ? ഈ ഭാര്യ കൊടുക്കുന്ന സ്നേഹം അയാളുടെ സ്നേഹമായിരിക്കില്ല. എന്നെ മനസ്സിലാവുന്നുണ്ടോ? അതേസമയം മറ്റേ ആ പെണ്ണും ഇയാളും തമ്മിൽ പെട്ടെന്ന് സിങ്ക് ആയിട്ടുണ്ടാവും. എന്നെ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇതേപോലെ മിസ്മാച്ചിങ് ഉണ്ടെങ്കിൽ ആ മിസ്മാച്ച് രണ്ടാളും പങ്കെടുക്കട്ടെ എന്ന് പറഞ്ഞ് കാലാകാലാടെ കിടക്കുകയാണോ വേണ്ടത്? നമ്മൾ അറ്റൻഡ് ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്യുക? ക്ലിയർ ആവുക. ഇപ്പൊ എന്താ? മൂപ്പര് നന്നാവട്ടെ, ഇതാ എല്ലാരും പറയുന്നത്. കെട്ടിയോനെ പ്രോഗ്രാമിൽ വിളിച്ചാൽ ഞാൻ ഫുൾ ഓക്കെയാണ്, എന്റെ കെട്ടിയോളെ വിളിച്ചോളി. നമ്മൾ എന്താ പറയുന്നത്? ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ട് സാറേ. ഞാനും കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ആണോ എന്ന് ഇത്രയും കാലം അസസ് ചെയ്യാനുള്ള ടെക്നോളജി നിങ്ങളിൽ ഉണ്ടായിരുന്നോ? അതാ എന്റെ ചോദ്യം. ഇല്ല. എന്നാൽ പിന്നെ സ്നേഹത്തിന്റെ 5 ഭാഷകളെ കുറിച്ച് പഠിക്കേണ്ടേ? വേണം. അസസ് ചെയ്യുന്ന രീതികൾ മനസ്സിലാക്കേണ്ടേ? വേണം. ഇവിടെ നമ്മളിപ്പോ കുട്ടികളുടെ ലേണിംഗുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം മാത്രമാണ് പറഞ്ഞത്. എത്രത്തോളം മിസ്മാച്ചിങ് അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലെ? ഞാൻ 15 മിനിറ്റിലധികം 20 മിനിറ്റേ സംസാരിച്ചിട്ടുള്ളൂ. ഈ 20 മിനിറ്റിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി വെച്ച ചില സൈക്കോളജി ഉണ്ട്. അത് നമ്മുടെ മാത്രം സൈക്കോളജിയാണ്. ഇതേപോലെ സ്നേഹത്തിന്റെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ സ്നേഹമായിരിക്കും. എനിക്ക് തോന്നും എന്താണ് എന്നോട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയണം, അതാവണം ഇതാവണം, അതൊക്കെയാണ് എന്റെ സ്നേഹം. എന്നാൽ എന്റെ സുഹൃത്തിനുള്ള സ്നേഹം അതായിരിക്കില്ല. എന്റെ ഉപ്പാന്റെ സ്നേഹം അതല്ല, എന്റെ ഉമ്മാന്റെ സ്നേഹം അതല്ല. എന്റെ ഭാര്യന്റെ സ്നേഹവും എന്റെ സ്നേഹവും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്? മിസ്മാച്ചിങ് ഉണ്ട്. അപ്പൊ മിസ്മാച്ചിങ് ഉണ്ടെങ്കിൽ അവളുടേത് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പൊ എന്താ ഗുണം? അവൾക്ക് വേണ്ടത് എന്ത് ചെയ്യാം? കൂടുതൽ കൊടുക്കാൻ പറ്റും. അതല്ലാതെ മിസ്മാച്ചിങ് ഉണ്ട് എന്നാ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റൂലല്ലേ? അങ്ങനെയല്ല. അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? അവക്ക് മാച്ച് ചെയ്യുന്നത് കൂടുതൽ കൊടുക്കാം. എന്റേത് ഞാൻ അവളോട് പറയുന്നു, ഓക്കെ എനിക്ക് വേണ്ടത് കൂടുതൽ തരാം. അത് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഉണർത്താം. ഇതൊക്കെ ദാമ്പത്യത്തിൽ നടക്കുന്നതാണ്. അപ്പൊ എനിക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട പോലെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ അതെനിക്കൊരു സ്നേഹമായി തോന്നുകയും തിരിച്ചു കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യുക. രണ്ടുപേരൂടെ വരികയാണെങ്കിലല്ലേ എന്തെങ്കിലും ഓഫറോ കാര്യമോ ഉണ്ടാവുന്നല്ലേ? അത് ഉണ്ടാവുകയും ചെയ്യും. ചാലക്കുടിയാണ്. ചാലക്കുടിയുള്ള ആളുകൾക്ക് നമ്മൾ ലൈവ് നോക്കുന്നുണ്ട് കേട്ടോ. ചാലക്കുടി അതേപോലെ UAE ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് HD വീഡിയോ ആയിട്ട് തന്നെ ലൈവ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഏതായാലും ഇത് അറിഞ്ഞിരിക്കൽ വളരെ നിർബന്ധമാണ്. എന്തെല്ലാം കാശ് നമ്മൾ ഏതൊക്കെ വഴിക്ക് ചെലവാക്കുന്നുണ്ട്. പക്ഷെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ദാമ്പത്യമെങ്കിലും അടിപൊളിയാവണം. ഞാൻ ഭാഗ്യവാനാണ്. എന്നെ മനസ്സിലാവുന്നുണ്ടോ? 15ാമത്തെ കൊല്ലമാണ്. അതെ, 15 കൊല്ലമായി. സന്തോഷകരമായ ദാമ്പത്യം. ഭയങ്കര സമാധാനല്ലേ അല്ലേ? ദാമ്പത്യത്തിൽ സന്തോഷം ഉണ്ടാകുന്ന പറഞ്ഞാൽ സ്വർഗം പാതി കിട്ടി, ബാക്കി ഉണ്ടാക്കി വെച്ചാൽ മതി. ഞാൻ പറയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം, മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ ഭംഗിയായി എപ്പോഴും ആ ഒരു എന്താ പറയാ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെ സ്നേഹാർദ്രമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഈ ടെക്നിക്കുകൾ പഠിച്ചതിലൂടെയും അപ്ലൈ ചെയ്യും. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമല്ല കേട്ടോ. പല സൈക്കോളജിസ്റ്റുകളും എന്താ പറയാ, സൈക്കോളജിസ്റ്റ് എന്നല്ല, ഉപദേശികൾ, ഞാനടക്കമുള്ള ഉപദേശികളുടെ എല്ലാം ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയാൽ ദയനീയവും ദാരുണവുമായിരിക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഈ ടൂളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ മനോഹരമായിരിക്കും. അപ്പൊ ഏതായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 9:10 ആയിട്ടുണ്ട്.
പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട ടൂളുകൾ, ടെക്നിക്കുകൾ ഇനി ഒരുപാടുണ്ട്. നിങ്ങൾ പങ്കെടുക്കുക. ഓക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആക്ടിവിറ്റി ഉണ്ട്, പാരന്റിങ് ഗ്രൂപ്പിലുള്ള ആക്ടിവിറ്റിയിലൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ സജീവമായിട്ട് പങ്കെടുക്കണം. ഓക്കെ. അതിന് എല്ലാവിധ അതിന് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ മെന്റേഴ്സ് ഉണ്ട്. അവർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് സജീവമായിട്ടുണ്ടായാൽ മാത്രമേ അത് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ വല്ലപ്പോഴും നമുക്ക് ഇതേപോലുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. ഏതായാലും നമ്മൾ ഇന്നത്തെ സെഷനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം പറയൂ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം വിത്തിൻ 3 minutes. പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ സെഷനെ കുറിച്ച് അഭിപ്രായം? എന്താണ് ഒന്ന് പറയാമോ? ആരും അഭിപ്രായം പറയുന്നില്ല. ആരാണിത്? ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഓക്കെ, അടിപൊളി. ആയിഷ തടായിൽ, യെസ്. ഓക്കെ, മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. യെസ്, സൂപ്പർ. ഓക്കെ, എന്നാ ചാറ്റിൽ വരൂ. ഉള്ള ആളുകള്, നമ്മൾ വളരെ കുറച്ച് ആളുകളെ ഉള്ളു. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഉള്ള ആളുകൾ എല്ലാവരും എന്ത് ചെയ്യണം, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. നല്ല ക്ലാസ് ആണ്. പിന്നെ അടിപൊളി, സൂപ്പർ. ഓക്കെ, ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാമോ? ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം എന്ന് പറയാമോ? ഓക്കെ, നമ്മൾ അടുത്തത് ഒരു ഡിജിറ്റൽ പാരന്റിങ് എന്നൊരു സെഷൻ ആയിരിക്കും കേട്ടോ. ഡിജിറ്റൽ പാരന്റിങ് ആയിരിക്കും. നമ്മളല്ല, നമ്മുടെ ഡയറക്ടറും ഒരു IT മാസ്റ്ററുടെ ആയിട്ടുള്ള നൗഫൽ സാർ ആയിരിക്കും. ഏറ്റവും പ്രധാനമായി നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു പാരന്റിങ് ആണ് ഡിജിറ്റൽ പാരന്റിങ്. ടെക്നോളജി, നമ്മളെ മക്കൾ ടെക്നോളജിയുടെ കൂടെയാണ്. പലരും പറയുന്നു സോഷ്യൽ മീഡിയ മക്കൾ ഉപയോഗിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാത്തിനും ടൂൾ ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ടെക്നിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് അന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അന്ന് എല്ലാവരും പങ്കെടുക്കുക, ഡേറ്റ് അറിയിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് ഒരു മൈക്ക് അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയാമോ? എന്താണ് ഫീൽ ചെയ്യുന്നത്? നല്ല ക്ലാസ് ആയിരുന്നു. ഈ താങ്ക് യു. മക്കൾക്ക് 3 കാറ്റഗറി ഉണ്ട് പറഞ്ഞല്ലോ, അതേക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അൽഹംദുലില്ലാഹ്. ഓക്കെ, ചെറുതായി ഞാൻ വളരെ ബ്രീഫായി, നമ്മൾ 3 ദിവസത്തെ വർക്ക്ഷോപ്പാണ് അത്. ഓക്കെ, ഓഫ്ലൈൻ ആണെങ്കിൽ ഒരു 1 ഡേ വർക്ക്ഷോപ്പിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾ കൂടുതൽ അറിയാൻ നമ്മളെ ലവ് ലാംഗ്വേജ് സെഷനിലൊക്കെ എന്ത് ചെയ്താൽ പങ്കെടുത്താൽ മതി. അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ. യെസ്, സന്തോഷം. സൽമ സിദ്ദീഖ്. ഓക്കെ, ഒരാൾ കൂടെ പറയാമോ? നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. ഒരുപാട് പഠിക്കാൻ പറ്റി. കുട്ടികളെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, സന്തോഷം. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും നമ്മുടെ പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഇതിന്റെ ഒരു പ്രചാരകരാവണം. നമ്മുടെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാ പോസ്റ്ററിനും താഴെ വന്നിട്ട് ഷെയർ ചെയ്യണം എന്നൊന്നും ചിലപ്പം പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ആരെങ്കിലും നമ്മുടെ പ്രോഗ്രാമിലേക്ക് വരികയും അവരുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ഒരു പുണ്യം, ഒരു കർമ്മ നിങ്ങൾക്ക് കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണല്ലോ കർമ്മ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഒരു സഹായം നമുക്ക് ആവശ്യമാണ്, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നമ്മുടെ വിജയത്തിന്, നമ്മുടെ സ്ഥാപനത്തിന്റെ വിജയത്തിനും ഇതേപോലുള്ള പ്രോഗ്രാമുകൾ നടക്കാനും ആവശ്യമാണ്. ആത്മാർത്ഥമായി നിങ്ങളുടെ സഹായം അല്ലെ സഹകരണം, നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷങ്ങൾ അറിയിക്കുകയാണ്. നിങ്ങളെ എല്ലാവരുടെയും മക്കളെ സർവേശ്വരൻ വാനോളം ഉയർത്തട്ടെ, അവരുടെ എല്ലാ മേഖലയും വിജയിപ്പിക്കട്ടെ. അതേപോലെ തന്നെ അവരുടെ സ്വപ്നങ്ങളെല്ലാം അല്ലെ നിങ്ങളുടെ സ്വപ്നങ്ങളും സർവേശ്വരൻ സഫലമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് എല്ലാവിധ വിജയാശംസകളും അറിയിച്ചുകൊണ്ട്, നിങ്ങൾക്കും അറിയിച്ചുകൊണ്ട് സന്തോഷങ്ങൾ. കാണാം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമ്മുടെ മക്കളെ കുറിച്ചും അവരുടെ പെരുമാറ്റങ്ങളെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി എന്തായാലും നമ്മുടെ വരുന്ന പ്രോഗ്രാംസ് സാർ പറഞ്ഞതുപോലെ തന്നെ ലവ് ലാംഗ്വേജ് ആയാലും അതേപോലെ തന്നെ കുട്ടികൾക്ക് IEP കോച്ചിങ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിലൊക്കെ തന്നെ
നിങ്ങൾക്ക് നമ്മുടെ മെന്റേഴ്സിനെ നമ്മുടെ ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പാരന്റിംഗ് ഗ്രൂപ്പിൽ നമ്മൾ ഓരോ ദിവസങ്ങളിലായിട്ട് ഷെയർ ചെയ്യുന്ന ടാസ്കുകളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുന്നുണ്ട്. ഇനി മുന്നോട്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. കാരണം നമ്മുടെ മക്കളുടെ പഠന കാര്യങ്ങളിലായാലും അതേപോലെ തന്നെ പെരുമാറ്റ കാര്യങ്ങളിലായാലും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചെറിയ ചെറിയ ടാസ്കുകളിലൂടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നതിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് അടുത്തൊരു പ്രോഗ്രാം വരുന്നത് വരെ ഇന്നത്തെ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. അടുത്തൊരു പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം. താങ്ക് യു സോ മച്ച്.